الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനായ ഇസ്ലാമിലേക്ക് നമ്മെ നയിച്ചിരിക്കുന്നു എന്നത് അല്ലാഹു നമ്മോട് ചെയ്ത മഹത്തരമായ നിഅമത്താണ്, അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ അറാബികളായ ചില ആളുകളെ കുറിച്ച് പരാമർശിക്കവേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അറിയിച്ചു, യമുന്നൂന അലൈക അൻ അസ്ലമു. അറാബികളിൽ ചിലർ, ഗ്രാമീണരായ അറബികളിൽ ചിലർ, അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് തങ്ങൾ എന്തോ വലിയ ഔദാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്തിരിക്കുന്നത് എന്ന രൂപത്തിൽ സംസാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മറുപടി നൽകുകയാണ്, യമുന്നൂന അലൈക അൻ അസ്ലമു. അവർ മുസ്ലിമായിരിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ റസൂലെ താങ്കളോട് അവർ ഔദാര്യമായി എടുത്തു പറയുന്നു. ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും. പറയുക നബിയെ, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്നത് എന്നോട് നിങ്ങൾ ഔദാര്യമായി പറയരുത്. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ. ഈമാനിലേക്ക് നിങ്ങളെ നയിച്ചു എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് ചെയ്ത ഔദാര്യമാണ്. സൂറത്തുൽ ഹുജറാത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞതുപോലെ, ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. الله പറയുന്നു, ولكن الله حبب إليكم الإيمان. അല്ലാഹു ആകുന്നു ഈമാനിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കിയത്. അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്, അവൻ്റെ റസൂലിൽ വിശ്വസിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, പരലോകത്തിൽ വിശ്വസിക്കുന്നത്, അല്ലാഹുവിനെ അനുസരിക്കുന്നത്, നിസ്കരിക്കുന്നത്, പള്ളിയിൽ വന്നെത്തുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്, ഇതിനോടൊക്കെ അല്ലാഹു ആകുന്നു വലാകിൻ അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. അല്ലാഹു ആകുന്നു ഇതിനോടെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കിയത്. അതുകൊണ്ട് ഹിദായത്ത് എന്നത് അല്ലാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്. അവൻ നൽകുന്ന ഔദാര്യമല്ലാതെ ഹിദായത്തിൽ മറ്റൊന്നുമില്ല. നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒന്നില്ല, നമ്മളിൽ എന്തെങ്കിലുമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹം പറയാറുണ്ടായിരുന്നതുപോലെ, ലൈസ മിന്നി ഷൈ വലാ ഫിയ ഷൈ. എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഞാൻ ചെയ്തതുകൊണ്ടല്ല, എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല, മറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹുവിൽ നിന്നാണ്. വലാകിൻ അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫി ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു നിങ്ങൾക്ക് അതിന് ഭംഗിയുണ്ടാക്കിയിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസ്യാൻ. കുഫറിനോടും അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിനോടും തിന്മകൾ പ്രവർത്തിക്കുന്നതിനോടും അവനാണ് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയത്. ഉലൈക ഹുമുർ റാഷിദൂൻ. അവരാണ് സന്മാർഗത്തിലെത്തിയിട്ടുള്ള ആളുകൾ. ഫദ്ലൻ മിൻ അല്ലാഹി വനിഅമഹ്. ഈ പറഞ്ഞതെല്ലാം അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്, അവൻ്റെ അനുഗ്രഹമാണ്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുന്നു, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا.
ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കും, ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അൽ ഇസ്ലാമ ദീനൻ, ഇസ്ലാമിനെ നിങ്ങൾക്കുള്ള ദീനായി ഞാനിതാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ആരാണ് ഈ പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹു നൽകിയ മഹത്തരമായ നിഅമത്താണ് ഇസ്ലാം, മുസ്ലിം ആവാന്നുള്ളത്. സഹോദര, ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ഒന്നിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിൽ, അള്ളാഹുവിൻ്റെ ഖുർആൻ കേൾക്കുകയും ഹദീസുകൾ പഠിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ഈ സ്ഥിതിയിൽ നിന്ന് നിന്നെ മാറ്റാനും കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത ജീവനില്ലാത്ത ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിന്നെ എത്തിക്കാനും അള്ളാഹു കഴിവുള്ളവനാണ്. റബ്ബിന് സാധിക്കുന്നതാണ്. പക്ഷെ അള്ളാഹു നിന്നെ ഇസ്ലാമിലേക്ക് നയിച്ചിരിക്കുന്നു എന്നത് അള്ളാഹു നിനക്ക് നൽകിയ മഹത്തരമായ നിഅമത്താണ്. നോക്കൂ, സഹാബികളോട് വരെ അള്ളാഹു ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നൂറിൽ അള്ളാഹു പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദൻ. അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരാകുമായിരുന്നില്ല. സഹാബികളോടാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالൻ ഫഹദാ. വവജദക ضالൻ, നബിയെ, വഴിയറിയാത്ത അവസ്ഥയിൽ, വഴിതെറ്റിയ നിലയിലായിരുന്നു അള്ളാഹു അങ്ങയെ കണ്ടെത്തിയത്. വവജദക ضالൻ ഫഹദാ, എന്നിട്ട് അള്ളാഹു അങ്ങേക്ക് ഹിദായത്ത് നൽകുകയാണ് ചെയ്തത്. അള്ളാഹുവാണ് ഹിദായത്ത് നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയരായ സയ്യിദ് വലദി ആദം സന്തതികളുടെ നേതാവായ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ കട്ടിലിനരികിൽ വന്നിരുന്ന് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, ഇതാ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ നിനക്ക് വേണ്ടി വാദിക്കാം എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയപ്പെട്ടാൽ എത്ര വലിയ ഭാഗ്യമാണത് എന്നാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷെ അങ്ങനെ പറയപ്പെട്ട ഒരു വ്യക്തി മരിച്ചുപോയത് കുഫറിന്റെ വഴിയിലാണ്, മുശ്രിക്കായിക്കൊണ്ടാണ്. അബൂ താലിബ് മരിക്കുന്ന മരണക്കിടക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ മരിച്ചത് അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബൂ താലിബ് അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നൽകുന്ന ഹിദായത്ത് നീ ആഗ്രഹിക്കുന്നവർക്ക് നൽകുക സാധ്യമല്ല. അള്ളാഹു അവൻ ഉദ്ദേശിച്ചവരെയാണ് ഹിദായത്തിലാക്കുക. അതുകൊണ്ട് സഹോദര, ഇസ്ലാം മഹത്തരമായ നിഅമത്താണ്. ഈ നിഅമത്തിനെ പരിപാലിക്കുക എന്നത് വളരെ ആവശ്യമുള്ള കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ച കാലഘട്ടം നമ്മുടെ കൺമുന്നിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. കട്ടപിടിച്ച ഇരുട്ടുള്ള രാത്രിയിൽ കാര്യങ്ങളൊക്കെ അവ്യക്തമായി തീരുന്ന, ഒന്നും കാണാൻ സാധിക്കാത്ത ഇരുണ്ട രാത്രിയിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടതുപോലെ ഫിത്നകൾ മേൽക്കുമേൽ വന്ന് മൂടുന്ന, സത്യത്തിന്റെ വഴി ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം വരും. ബാദിറു ബിൽ അമാൽ, അതിനു മുൻപ് നിങ്ങൾ അമലുകളുമായി മുന്നേറുക. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ
വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ. ആ കാലം വന്നെത്തിയാൽ ഒരാൾ നേരം പുലരുന്നത് ഇസ്ലാമിലായിരിക്കും, അയാൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിക്കുന്നത് കാഫിറായിട്ടായിരിക്കും. രാവിലെ അയാൾ മുസ്ലിമായിരുന്നു, വൈകുന്നേരം അത് കാഫിറായിട്ടും. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ, വൈകുന്നേരമായത് മുഅ്മിനായിട്ടായിരുന്നു, പക്ഷെ രാവിലെ ആകുന്നത് കാഫിറായിട്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഹിദായത്തിലായിക്കൊണ്ട് മരിക്കുക എന്നത് സഹോദര ഏറ്റവും ഗൗരവപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ദുആ ചെയ്തിരുന്ന പ്രാർത്ഥന ഹദീസിൽ വന്നതുപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു അവിടുന്ന് ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ചെറിയ മക്കളെ, കുട്ടികളെ, പ്രായമായവരെ, ദീനിന്റെ മാർഗത്തിൽ കാലങ്ങളായി തിരിഞ്ഞു നോക്കി എത്ര വർഷമായി? 10, 20, 30 വർഷമായി. എത്ര വർഷമായി? കുറേ വർഷമായി. വർഷങ്ങളേറെ അധികരിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനോട് മടുപ്പ് തോന്നരുത്. വർഷങ്ങൾ അധികരിക്കുന്നത് ഇസ്ലാമിന്റെ മാധുര്യവും ഈമാനിന്റെ നനവും ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയായി പോകാനുള്ള കാരണമാകരുത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇസ്ലാം സ്വീകരിച്ച് 3 വർഷങ്ങൾ അല്ലെങ്കിൽ ചുരുങ്ങിയ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികളെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്ത് അവതരിപ്പിച്ചു. അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയാണ്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിഹിം ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ. ഈ ആയത്ത് അല്ലാഹു അവതരിക്കുന്നത് ഇസ്ലാം സ്വീകരിച്ച് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് മക്കയിലെ തെരുവുകളിലൂടെ കാലിൽ നിന്ന് ചോരയൊലിപ്പിച്ച് കുട്ടികളുടെ കല്ലേറുകൾ ഏറ്റുവാങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന് എന്താണ് ആയത്തിൽ അല്ലാഹു പറഞ്ഞത്? അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് ഹൃദയം ഖുശൂഉള്ളതാകാൻ, ഭയഭക്തിയുള്ളതാകാൻ മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, അല്ലാഹു അവതരിപ്പിച്ച ഖുർആൻ അവരുടെ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്താൻ അവർക്ക് സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിഹിം, അവർക്ക് മുൻപ് വന്നെത്തിയ വേദക്കാർ അവരെ പോലെ ആകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നില്ലേ? ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, കാലമേറെ നീണ്ടുപോയപ്പോൾ അവർക്ക് അവരുടെ ഹൃദയങ്ങൾ കടിച്ചുപോയി. കസീറുൻ മിൻഹും ഫാസിഖൂൻ, അവരിൽ ധാരാളം ആളുകൾ ഫാസിഖീങ്ങളാണ്, ധിക്കാരികളാണ്. ഇങ്ങനെയാകരുത്. ഞാൻ എത്ര വർഷമായി, ഞാൻ എത്ര കാലമായി, എത്രയോ മുഖങ്ങൾ ഇതിൽ കാലങ്ങളായി പരിചയമുള്ളവരാണ്. പക്ഷേ നിങ്ങൾക്കറിയുന്ന എത്രയോ മുഖങ്ങൾ ഇവിടെ ഇപ്പോഴും ഇല്ലാതെയുണ്ട്. ചില ആളുകൾ നിസ്കാരത്തിൽ നിന്ന് അകന്നുപോയി, ചില ആളുകൾ ഇസ്ലാമിൽ നിന്ന് തന്നെ വിട്ടുപോയി. അങ്ങനാകരുത്. മുൻഗാമികൾ ചില പറഞ്ഞതുപോലെ ലൈസൽ അജബു ഫീമൻ ഹലക കൈഫ ഹലക്, നശിച്ചുപോയവൻ എങ്ങനെ നശിച്ചു എന്നതിൽ അത്ഭുതമില്ല, അത്രയധികം ആൾക്കാർ നശിക്കുന്നുണ്ട്. വലാകിന്നൽ അജബ് ഫീമൻ നജ കൈഫ നജ, എന്നാൽ അത്ഭുതമുള്ളത്, ആശ്ചര്യമുള്ളത് രക്ഷപ്പെട്ടു പോയവന്റെ കാര്യത്തിലാണ്. എങ്ങനെ രക്ഷപ്പെട്ടു എന്നതാണ്. ഒരു സഹോദരങ്ങളെ, ഹിദായത്തിന്റെ വില നിങ്ങൾ കുറഞ്ഞു കാണരുത്. പഴയകാലങ്ങളിൽ ബിദ്അത്തുകൾ കേൾക്കാത്തവർ, കുഫറിന്റെ ആളുകളുടെ സംസാരം കേൾക്കാത്തവർ, കാലം കുറയായില്ലേ ഞാനിതൊക്കെ കേട്ടാൽ എനിക്കെന്ത് സംഭവിക്കാനാണ് എന്ന് ചിന്തിക്കരുത്. ഹിദായത്ത് എൻ്റെ കയ്യിലാണെന്ന് വിചാരിക്കരുത്. അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹു ഹൃദയം മാറ്റിമറിച്ചാൽ ഒരു ഉറങ്ങി എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ദീനൊന്നും ശരിയല്ല എന്ന ചിന്തയിലേക്ക് വന്നെത്താൻ ഒരു നിമിഷം മതി. അങ്ങനെ പിഴച്ചുപോയ ആളുകളിൽ വലിയ വലിയ അറിവുണ്ടായിരുന്ന പണ്ഡിതന്മാരുണ്ട്. ധാരാളം ഇബാദത്തുകൾ ചെയ്ത നിസ്കാരവും രാത്രി നിസ്കാരങ്ങൾ അധികരിപ്പിച്ച ആളുകളുണ്ട്. വലിയ താടിയും ബിരിയാണിക്ക് മുകളിൽ വസ്ത്രമെടുത്ത ആളുകളുണ്ട്. പ്രസംഗിച്ച ആളുകളുണ്ട്. പലരുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിദായത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. കാലം നീണ്ടുപോകുമ്പോൾ ഇവിടെ പല ആളുകൾ എനിക്ക് പരിചയമുണ്ട്, ധാരാളം ആൾക്കാർ, എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ട്. സഹോദരങ്ങളെ,
കാലം നീണ്ടുപോകുമ്പോൾ ഒരിക്കലും വഴിയിൽ നിന്ന് അകന്നു പോകരുത്. ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിച്ച കുട്ടികളോട് അദ്ദേഹം പറയുമായിരുന്നു, യാ മഅ്ശറൽ ഖുറാ, ഖുർആൻ പഠിച്ചവരെ, ഖദ് സബഖ്തും സബ്ഖ, നിങ്ങളിതാ ധാരാളം മുന്നോട്ട് പോയിരിക്കുന്നു. എന്നാൽ ഇനി ഈ വഴിയിൽ തന്നെ നിങ്ങൾ നേരെ നിൽക്കുക, വലത്തോട്ടോ ഇടത്തോട്ടോ ചെരിഞ്ഞു പോകരുത്. അള്ളാഹുവിന്റെ ദീൻ പഠിച്ചിരുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു, താലിബുൽ ഇൽമായിരുന്നു. മസ്ജിദിലൊക്കെ ഒന്നാം സഫിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. ദീനീ ദഅവത്തിന് മുന്നിലുണ്ടായിരുന്ന ആളാണ്. വലിയ സദഖ നൽകിയിരുന്ന ആളാണ്. ഖൈറുകളിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നൊക്കെ പറയപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അവനെവിടെ എന്ന് ചോദിച്ചാൽ അവൻ കച്ചവടത്തിലാണ്, അവൻ ബിസിനസ്സിലാണ്, പഴയ പോലൊന്നല്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തരുത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. ഈമാൻ എന്ന വിശേഷണം ലഭിച്ചതിന് ശേഷം ഫാസിഖായ ഒരുത്തൻ, ഒരു വൃത്തികെട്ട ഒരുത്തൻ, അള്ളാഹുവിനെ പേടിക്കാത്ത ഒരുത്തൻ എന്ന പേര് ഒരാൾക്ക് ചേർത്തി കിട്ടുക എന്നത് എത്ര മോശമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ താഇയ്യത്തുൽ ഇഫ്തിഖാർ ഇലല്ലാഹ് എന്ന കവിതയാണ് ഒന്ന് വിശദീകരിക്കാം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അത് കൂടുതൽ വിശദീകരണവും പഠനവും എൻ്റെ ഭാഗത്ത് തന്നെ ആവശ്യമുള്ള ഒരു കവിതയാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയം തൽക്കാലത്തേക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ്. ഷെയ്ഖ് അബ്ദുല്ലാഹ് ഇബ്നു സാലിഹ് അൽ ഖുസയ്യർ, അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടുപോയ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന് തബ്സറത്തുൽ ഹുദ ബിശഅനി ദഅവത്തി വദ്ദുആ, പ്രബോധനത്തിൽ ശ്രദ്ധിക്കേണ്ട, ദഅവത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില നസീഹത്തുകൾ ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കാം എന്നാണ് ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കാം. പറഞ്ഞ വിഷയം ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. കൂടുതൽ വായന ആവശ്യമുള്ള ഒരു വിഷയമാണ് എന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ അത് നമുക്ക് പഠിക്കാവുന്നതാണ്. ദഅവത്തിനെ കുറിച്ചാണ് ഈ പുസ്തകം. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ദഅവത്ത് എന്ന് പറഞ്ഞാൽ, കവിത എല്ലാത്തുണ്ടല്ലേ, പിന്നൊരു സെക്കൻഡ്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ദഅവത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ്. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിലേക്ക് അവരെ ക്ഷണിക്കും. രണ്ടാമത്തെ കാര്യം അതിന് വിരുദ്ധമാകുന്ന കാര്യങ്ങളിൽ നിന്ന്, അതിന് എതിരാകുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഉപദേശിച്ചുകൊണ്ട് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. ഒന്ന് നന്മ കൽപ്പിക്കുക, മറ്റൊന്ന് അതിന് നേർ വിപരീതമാകുന്ന തിന്മയിൽ നിന്ന് അവരെ വിലക്കുക. ഇത് രണ്ടുമാണ് ദഅവത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബിമാർ അവരുടെ ദഅവത്തിനെ കുറിച്ച് വിവരിച്ചപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. വലഖദ് ബഅസ്നാ ഫി കുല്ലി ഉമ്മത്തി റസൂല, എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അൻ ഇഅ്ബുദുല്ലാഹ്, ഒന്നാമത്തെ കാര്യം നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. രണ്ടാമത്തെ കാര്യം വജ്തനിബുത് ത്വാഗൂത്ത്, അതിന് നേർവിപരീതം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഇതാണ് ദഅവത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ, ഒന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, രണ്ട് അതിന് നേർ വിപരീതമാകുന്ന കാര്യങ്ങൾ അകന്നിരിക്കുക. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതിൽപ്പെട്ടതാണ് തൗഹീദ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, തവക്കുൽ, ബരമേൽപ്പിക്കൽ, ഭയം, പ്രതീക്ഷ, ഇങ്ങനെ ഇബാദത്തായി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുവിന് മാത്രം. ഇതിന്റെ നേർ വിപരീതമാണ് ശിർക്ക്. അതിൽ നിന്ന് വിലക്കുക. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുക, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, സഹായം തേടുക, ഇസ്തിഗാസ നടത്തുക, ഇതിൽ നിന്ന് വിലക്കുക.
അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകുക. നേരെ വിപരീത ദിശയിലല്ല, അള്ളാഹുവിനെ അറിയാത്തവരിൽ ഉൾപ്പെടാതിരിക്കുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. വഅലമു അന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറും റഹീമുമാണെന്ന് പഠിക്കണം. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക. നേരെ ഓപ്പോസിറ്റ് ആകാൻ പാടില്ല. ഏതാ നേരെ ഓപ്പോസിറ്റ്? വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹുവിനെ മറന്നുപോയ ഒരു വിഭാഗത്തെ പോലെ നിങ്ങളാകാൻ പാടില്ല. അപ്പോൾ ദഅവത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്ത് അതിന് വിരുദ്ധമാകുന്ന കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ തടുക്കുക. ഇത് രണ്ടും ദഅവത്തിന്റെ പ്രധാനപ്പെട്ട അടിത്തറകളാണ്. ഇസ്ലാമിലേറെ പ്രാധാന്യമുള്ള ധാരാളം ശ്രേഷ്ഠതകളുള്ള ഇബാദത്തിൽപ്പെട്ടതാണ് ദഅവത്ത് എന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദഅവത്ത് എന്നത് അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിലേക്കാണ് ദഅവത്തിനെ അവൻ ചേർത്തു പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു, വല്ലാഹു യദ്ഉ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇذനിഹി. അള്ളാഹു യദ്ഉ, അള്ളാഹു ദഅവത്ത് ചെയ്യുന്നു, അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നു. ഇലൽ ജന്നതി വൽ മഗ്ഫിറ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നു. അള്ളാഹു അവൻ ദഅവത്ത് ചെയ്തിട്ടുണ്ട്, അവൻ ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ യാതൊരു പ്രയാസങ്ങളുമില്ലാത്ത സ്വർഗത്തിലേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനാണ്? ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ്, ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ ചെയ്യുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ജനങ്ങളെ എന്തൊന്നിലേക്ക് ക്ഷണിച്ചോ അതിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. അള്ളാഹു ദഅവത്ത് അവനിലേക്ക് ചേർത്തു പറഞ്ഞ കാര്യമാണ്. ഒന്ന്. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ശ്രേഷ്ഠരായ ദാസന്മാർ, നബിമാർ, അള്ളാഹുവിന്റെ റസൂലുകൾ, അവരെ ഏൽപ്പിച്ച ദൗത്യമാണ് ദഅവത്ത് എന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളിൽ റസൂലുകളെ കുറിച്ച് അത് പറഞ്ഞിട്ടുണ്ട്. റസൂലൻ മുബശ്ശിരീന വമുൻദിരീൻ, റസൂലുകളെ നാം അയച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? മുബശ്ശിരീൻ, സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി. വമുൻദിരീൻ, അതുപോലെ താക്കീത് നൽകുന്നതിനു വേണ്ടി. അള്ളാഹു അവനിലേക്ക് ദഅവത്തിനെ ചേർത്തു പറഞ്ഞിരിക്കുന്നു. നബിമാരുടെ ദൗത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിനെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു ആദ്യം നൽകിയ കൽപ്പനകളിൽ ഒന്നാണ് ദഅവത്തിനുള്ള കൽപ്പന. ആദ്യത്തെ കൽപ്പനകളിൽ ഒന്നാണ്. സൂറത്തുൽ അലഖ് അവതരിച്ചതിന് ശേഷം പിന്നീട് അവതരിച്ച സൂറത്ത് ഏതാണ്? സൂറത്തുൽ മുദ്ദസ്സിറാണ്. എന്താ സൂറത്തുൽ മുദ്ദസ്സിറിൽ അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, ഖും ഫഅൻദിർ. അല്ലയോ അള്ളാഹുവിന്റെ റസൂല, ഖും, എഴുന്നേൽക്കുക, ഫഅൻദിർ, താക്കീത് നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അള്ളാഹു കൽപ്പിച്ച ആദ്യത്തെ കൽപ്പനകളിൽപ്പെട്ടതാണ് ദഅവത്ത് എന്ന കാര്യം. നാലാമത്തെ കാര്യം, ദഅവത്ത് എന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യത, അള്ളാഹുവിനുള്ള അവകാശം, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ്. അതാണ് ഏറ്റവും വലിയ അവകാശം. അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ഏറ്റവും വലിയ ബാധ്യത. മനുഷ്യരെ മുഴുവൻ അള്ളാഹു പഠിച്ചതിനു വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയാകട്ടെ ജിന്നുകളെയാകട്ടെ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ അവരെ പഠിച്ചിട്ടില്ല. അതിലേക്കാണ് നീ ക്ഷണിക്കുന്നത്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. ആ പറഞ്ഞ കാര്യത്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ നിയോഗിച്ചത്, റസൂലുകളെ നിയോഗിച്ചത്, ഖുർആൻ അവതരിപ്പിച്ചത്, കിതാബുകൾ അവതരിപ്പിച്ചത്. എന്തിന്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് അള്ളാഹു അനുവദിച്ചത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ദഅവത്തിനു വേണ്ടിയാണ്. അള്ളാഹുവിന്റെ വചനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ദഅവത്തിന് അനേകം ശ്രേഷ്ഠതകളുണ്ട്. അതിൽപ്പെട്ടത് അഞ്ചാമത്തെ കാര്യം,
ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയെ അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യമാണ് അവർ ദഅവത്തിൽ നിലകൊള്ളുന്നവരാണ് എന്നത്. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഏറ്റവും നല്ല തലമുറയാണ്, ഏറ്റവും നല്ല സമൂഹമാണ്. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. നമുക്ക് ദഅവത്തിന്റെ പ്രത്യേകതയാണ്. ഈ ഉമ്മത്തിന് ഏറ്റവും ഉത്തമരായ സ്ഥാനം നൽകപ്പെടാനുള്ള കാരണമായി അള്ളാഹു എടുത്തു പറഞ്ഞ ഒന്നാമത്തെ കാരണം അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു എന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മുഫസ്സിരീങ്ങളിൽ ചിലർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, കുൻതും ഖൈറന്നാസി ലിന്നാസി വഅൻഫഅഹും ലിന്നാസ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഏറ്റവും നല്ല ജനങ്ങളാണ്. വഅൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ജനങ്ങൾ നിങ്ങളാണ്. നിങ്ങളെ കൊണ്ടാണ് ഏറ്റവും ഉപകാരം ഉണ്ടാവുക. കാരണം എന്താ? തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സൻ, ആരുണ്ട് ഇതിനേക്കാൾ നല്ലവനായി? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന പണി ചെയ്തവനേക്കാൾ നല്ലവനായി മറ്റാരുണ്ട്? വഅമില സാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിച്ചവനേക്കാൾ. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞവനേക്കാൾ നല്ല മറ്റാരുണ്ട്? ഇതിനേക്കാൾ നല്ല മറ്റാരാണുള്ളത്? ഈ ആയത്തിന്റെ തഫ്സീറിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞേക്കണം, നസലത് ഫിൽ മുഅദ്ദിനീൻ. ഈ ആയത്ത് മുഅദ്ദിനീങ്ങളുടെ കാര്യത്തിൽ ബാധകമാണ്. അദാൻ കൊടുക്കുന്ന, ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർ അവരെന്തിലേക്കാണ് ക്ഷണിക്കുന്നത്? ഓരോ വഖ്തിലുമുള്ള നിസ്കാരത്തിലേക്കാണ്. മുഅദ്ദിനായ ഒരാൾ നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ നിസ്കാരത്തിലേക്കാണ് അയാൾ ക്ഷണിക്കുന്നത്, ആ ഒരൊറ്റ ഫർദ് നിസ്കാരത്തിലേക്ക്. എങ്കിൽ സഹോദരങ്ങളെ, നിസ്കരിക്കാത്തൊരു മനുഷ്യനോട് ജീവിതകാലം മുഴുവൻ നിസ്കരിക്കണമെന്ന് ഉപദേശിച്ചു കൊടുക്കുന്നവന്റെ കാര്യം എന്തായിരിക്കും? നിസ്കരിക്കാത്തൊരുത്തനോട് ജീവിതകാലം മുഴുവൻ നീ നിസ്കരിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരുത്തന്റെ ഫضൽ എന്തായിരിക്കും? ഇത് മുഅദ്ദിനിന് ബാധകമാണെങ്കിൽ, ഒരു വഖ്തിനു വേണ്ടി നിസ്കാരത്തിന് ക്ഷണിക്കുന്ന ഒരാൾക്ക് ഇത് ബാധകമാണെങ്കിൽ, നിസ്കരിക്കാത്തൊരു മനുഷ്യനോട് പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നവൻ, അവൻ നിസ്കാരത്തിലേക്ക് വന്നെത്തിക്കുന്നവൻ, അവനുള്ള ശ്രദ്ധ എന്തായിരിക്കും? പോട്ടെ, നിസ്കാരമാകട്ടെ, സകാത്താകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ഏതു വലിയ സൽക്കർമ്മമാകട്ടെ, ഇതെല്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ നിർബന്ധമായും വേണ്ട നിബന്ധന ഏതാണ്? തൗഹീദാണ്. തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഒരുത്തന്റെ ശ്രേഷ്ഠത എത്ര വലുതായിരിക്കും? ശിർക്കിൽ അകപ്പെട്ട ഒരു മനുഷ്യന് തൗഹീദ് എത്തിച്ചു കൊടുക്കുന്ന ഒരാൾക്കുള്ള ശ്രേഷ്ഠത എത്ര വലുതായിരിക്കും? വമൻ അഹ്സൻ, ആരാണ് ഇതിനേക്കാൾ നല്ലവനായി മറ്റൊരാൾ ഉള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹാദാ ഹബീബുല്ലാഹ്, ഹാദാ ഹബീബുല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബാണിത്, അല്ലാഹുവിന് പ്രിയപ്പെട്ടവൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ എന്ന് പറഞ്ഞു. ഹാദാ വലിയുല്ലാഹ്, അല്ലാഹുവിന്റെ വലിയാണ് ഈ പറയുന്നയാൾ. ഹാദാ സഫ്വത്തുല്ലാഹ്, അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്തയാളാണ് ഇയാൾ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഹാദാ ഖൈറത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ലവനാണ് ഇവൻ, അവൻ തിരഞ്ഞെടുത്ത, റബ്ബ് തിരഞ്ഞെടുത്തവനാണ്. ഹാദാ അഹബ്ബു അഹ്ലിൽ അർദി ഇലല്ലാഹ്, ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളയാളാണ് ഇയാൾ, അല്ലാഹുവിലേക്ക് ഒരാൾ ക്ഷണിക്കാന്നുള്ളത്. അജാബ അല്ലാഹ ഫീ ദഅവതിഹി, അല്ലാഹുവിന്റെ വിളിക്ക് അവൻ ഉത്തരം നൽകിയിരിക്കുന്നു. വദഅ അന്നാസ ഇലാ മാ അജാബ അല്ലാഹു ഫീഹി മിൻ ദഅവതിഹി, അല്ലാഹുവിന്റെ വിളിക്ക് അവൻ ഉത്തരം നൽകിയെന്ന് മാത്രമല്ല, പിന്നെ അല്ലാഹുവിന്റെ വിളി അവൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വഅമില സാലിഹൻ ഫീ ഇജാബതിഹി, അതോടൊപ്പം അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു. ഹസൻ ബസ്രി അദ്ദേഹം പറയും, ഹാദാ ഖലീഫത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഖലീഫയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ദൗത്യം ഏൽപ്പിച്ചു നൽകിയ അല്ലാഹുവിന്റെ ഖലീഫയാണ് ഇദ്ദേഹം എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞതായിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഖൈബർ യുദ്ധത്തിന് മുൻപ്
നിങ്ങൾക്കറിയാം ഹദീസ്. ഖൈബറിൽ യഹൂദർ കോട്ടക്കുള്ളിൽ അഭയം തേടിയപ്പോൾ മുസ്ലിമീങ്ങൾ ഈ കോട്ടയ്ക്ക് പുറത്ത് അവരെ പ്രതിരോധിച്ചുകൊണ്ട്, അവരെ ഉപരോധിച്ചുകൊണ്ട് നിലയുറപ്പിച്ചു. അങ്ങനെ 1 മാസമോ അതിലധികമോ അവർ ഈ കോട്ടയ്ക്ക് പുറത്ത് ഉപരോധത്തിലായിക്കൊണ്ട് നിലകൊണ്ടു. സമയം നീളുകയാണ്. കോട്ടയ്ക്ക് പുറത്താണ് ഇവർ നിൽക്കുന്നത്. യഹൂദരാകട്ടെ കോട്ടക്കുള്ളിലാണ്. അപ്പൊ ഖൈബർ യുദ്ധത്തിന്റെ പ്രാധാന്യം ഓരോ ദിവസം കൂടുന്നവർ വർദ്ധിക്കുകയാണ്. ഇതാര് വിജയിച്ചടക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ദിവസം പറഞ്ഞു, ഞാൻ ലഉഅതിയന്ന റായത, ഈ സൈന്യത്തിന്റെ കൊടിക്കൂറ ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നതാണ്. യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയുഹിബ്ബുല്ലാഹ വറസൂലഹു, അദ്ദേഹത്തെ അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നു, അദ്ദേഹം അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നയാളാണ്. അങ്ങനെ സ്വഹാബികൾ അവരുടെ കൂടാരങ്ങളിലേക്ക് അന്ന് തിരിച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നത്, അന്ന് ആളുകൾ ഉറങ്ങിയിട്ടില്ല, അവർ മുഴുവൻ ചർച്ചയിലാണ്, നാളെ ആരായിരിക്കും വിളിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം പറയും, ഞാൻ അന്ന് രാവിലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് നേരത്തെ ചെന്നു. അവിടുന്ന് എന്നെ കാണുന്നതിനു വേണ്ടി കാലുയർത്തി പിടിച്ചുകൊണ്ട് തലമുകളിലേക്ക് വെച്ചുകൊണ്ട് എന്നെ കാണുന്നതിന് വേണ്ടി നിന്നു. അദ്ദേഹം പറഞ്ഞു, ആ ദിവസമല്ലാതെ മറ്റൊരു ദിവസവും ഒരു ഇമാറത്ത് ലഭിക്കാൻ, ഒരു അധികാരം, നേതൃത്വം ലഭിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അന്നേ ദിവസം മാത്രമേ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, ഐന അലി ഇബ്നു അബി താലിബ്, അലി എവിടെ? സഹാബികൾ പറഞ്ഞു, അലി ഇബ്നു അബി താലിബിന് കണ്ണിൽ അസുഖമാണ്, അദ്ദേഹം രോഗബാധിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ വിളിക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു വന്നെത്തിയപ്പോൾ അവിടുന്ന് തന്റെ ഉമിനീർ അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലാക്കി. അതോടുകൂടി അദ്ദേഹത്തിന്റെ രോഗം മാറി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബിനോട് പറഞ്ഞു, ഉൻഫുദ് അല റിജ്ലിക്, നീ മുന്നോട്ട് നീങ്ങുക, എന്നിട്ട് ഈ ആളുകളോട് യുദ്ധം ചെയ്യുക, അള്ളാഹു നിന്റെ കൈകളിലൂടെ ഇത് കീഴടക്കി നൽകുന്നതാണ്. അലി ഇബ്നു അബി താലിബ് മുന്നോട്ട് നീങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ നിന്ന് വിളിച്ചു, അലാ റിസ്ലിക്. അലി ഇബ്നു അബി താലിബ് ആ നൃത്തം നിന്നു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി തിരിയരുത്. അദ്ദേഹം പിന്തിരിഞ്ഞില്ല. അദ്ദേഹം ആ നൃത്തം നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു, ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിൻ അൻ തകൂന ലക ഹുമുറുൻ നഅം. ഒരു മനുഷ്യൻ, ഒരൊറ്റയാൾ നിന്നെ കൊണ്ട് ഹിദായത്തിലാവുക എന്നതാണ് ധാരാളം ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത്. എന്താണ് ഈ ചുവന്ന ഒട്ടകങ്ങൾ? അറബികൾക്ക് ഏറെ വിലപിടിപ്പുണ്ടായിരുന്ന മുതലാണ്. നിങ്ങൾ പറയണം, ഇന്നത്തെ കാലത്ത് പറയണം, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ഏറ്റവും വിലയുള്ള ബെൻസ് കാർ, ഒരു 10-20 കാറുകൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു? എന്താകുമായിരുന്നു നിങ്ങളുടെ സമ്പത്തിന്റെ സ്ഥിതി? അതെല്ലാം നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അങ്ങനെ നിനക്ക് ഈ സമ്പത്തെല്ലാം ഉണ്ടാകുന്നതിനേക്കാൾ ഖൈർ, അതെല്ലാം ദാനം ചെയ്യുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്നെ കൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹു അയാൾക്ക് ഹിദായത്ത് നൽകുക എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം സാധിക്കുമെങ്കിൽ ഇതിന് ശ്രമിക്കണം പരമാവധി. നിന്നെക്കൊണ്ട് ഒരാളെങ്കിലും ഹിദായത്തിലാകാൻ, ഒരു മനുഷ്യൻ തൗഹീദിലേക്ക് എത്താൻ, ഒരു മനുഷ്യൻ ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്ക് എത്താൻ, ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് എത്താൻ ഒരാളെങ്കിലും ഒരു മനുഷ്യനെ നീ ഹിദായത്തിലാക്കിയാൽ അയാൾ ചെയ്യുന്ന നന്മകൾ നിനക്കുണ്ട്. എത്ര കാലം അയാൾ അത് ചെയ്തു അതൊക്കെ നിനക്കുണ്ട്. ചിലപ്പോൾ അയാളെ കൊണ്ട് അയാളുടെ കുടുംബം മാറും. അയാളുടെ കുടുംബം മാറിയാൽ അവരുടെ ഒക്കെ നന്മകൾ നിന്റെ സഹീഫയിലുണ്ട്. എത്ര കാലം അവരുണ്ടോ അത്രയുമുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവിടുത്തെ സഹീഫത്തിൽ, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഏടിൽ രേഖപ്പെടുത്തപ്പെടാത്ത ഒരു നന്മയും ഈ ഉമ്മത്തിൽ ഒരാളും ചെയ്യുന്നില്ല. ഈ ഉമ്മത്തിൽ ഏതൊരാൾ ഒരു നന്മ ചെയ്യുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളുടെ ഏടിലുണ്ട്. കാരണം അവിടുന്നാണ് ഇത് അറിയിച്ചത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കാര്യം ഇതുപോലെ തന്നെ. ഈ ഉമ്മത്തിൽ ഏതൊരാൾ സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ഒരു സഹാബിയുടെ പദവിയിൽ അത് എത്താതെയില്ല. കാരണം അവരാണ് ഈ ദീൻ നമുക്ക് എത്തിച്ചു തന്നത്, അവരാണ് ഖുർആൻ എത്തിച്ചു തന്നത്, ഹദീസ് എത്തിച്ചു തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുക എന്നതിന് വലിയ പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅ ഇലാ ഹുദ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹ്. ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ അവന് ആ മാർഗത്തിൽ ആരൊക്കെ അവനെ പിൻപറ്റിയോ അവരുടെയൊക്കെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുൻഗാമികളിൽ ചിലർ അവരോട് ചോദിക്കപ്പെട്ടതായി കാണാം, മരിക്കുന്നതിന് മുൻപ് നിനക്ക് ഒരൊറ്റ സൽക്കർമ്മം ഇനി ചെയ്യാൻ അവസരമുണ്ട്, വേറൊന്നുമില്ല, ഒരു സൽക്കർമ്മം, മരിക്കുന്നതിന് മുൻപ് ഒരൊറ്റ നന്മ കൂടി നിനക്ക് ചെയ്യാൻ അവസരമുണ്ട് എന്ന് നിന്നോട് പറയപ്പെട്ടാൽ നീ എന്ത് ചെയ്യും? ധാരാളം പേർ പറഞ്ഞ വാക്കുകളിൽ ഒന്ന് ഇതാണ്. അവർ പറഞ്ഞു, അൻഷുറുൽ ഇൽം, ഞാൻ അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ ഒരു വഴി നോക്കും. കാരണം ദീനിലേക്ക് ക്ഷണിക്കുക, ദീൻ പറഞ്ഞു കൊടുക്കുക, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന നന്മയാണ് മരണത്തിന് ശേഷം നിലനിൽക്കാൻ ഏറ്റവും സാധ്യതയുള്ള സൽക്കർമ്മം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ അവന്റെ മൂന്ന് പ്രവർത്തനങ്ങൾ ഒഴികെ മറ്റെല്ലാ അമലുകളും അതോടുകൂടി നിലക്കുന്നതാണ്. ഇദാ മാതൽ ഇൻസാനു ഖതഅ അൻഹു അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതോടുകൂടി നിലക്കും. ഇത് പറഞ്ഞ ഹദീസ് നമ്മുടെ നാട്ടിൽ ഔലിയാക്കന്മാരെ വിളിച്ചു തേടുന്നവർക്കുള്ള മറുപടി കൂടിയാണ്. ഒരു വലിയ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അമലില്ല, പിന്നെ അയാൾക്ക് പ്രവർത്തനമില്ല. നീ വലിയനെ വിളിച്ചു തേടിയാൽ വലിയ നിന്നെ സഹായിക്കുമെന്നാണ് നീ വിചാരിക്കുന്നത്. വലിയ നിന്നെ സഹായിച്ചാൽ അത് അയാളുടെ വീട്ടിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന മനുഷ്യൻ മരിച്ചാൽ അതോടുകൂടി അമലുകൾ നിലച്ചുപോയി, പിന്നെ അവന് അമലില്ല. ഒരു വലിയ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അമലുണ്ടായിരുന്നെങ്കിൽ, നീ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, നീ സഹായം തേടിയാൽ അയാൾ നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമായിരുന്നെങ്കിൽ, നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യുമായിരുന്നെങ്കിൽ, നിനക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങളുടെ ഏടിൽ അത് വരണമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 പ്രവർത്തനങ്ങളല്ലാതെ ഒരു പ്രവർത്തനവും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയാവുകയില്ല. ഏതൊക്കെയാണത്? ഒന്ന്, വലദുൻ സാലിഹുൻ യദ്ഉ ലഹ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനമാണ്. എത്ര കാലം അതുണ്ടാകും? നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കുട്ടികൾ എത്ര കാലം ജീവിക്കും? 60, 70, 100 കൊല്ലം കൂടിപ്പോയാൽ. രണ്ടാമത്തേത് സദഖത്തുൻ ഔ സദഖത്തുൻ ജാരിയ, അതല്ലെങ്കിൽ നിലനിൽക്കുന്ന സദഖ, നീ എന്തെങ്കിലും പണം ഒരാൾക്ക് സഹായമായി നൽകി, അതല്ലെങ്കിൽ ഒരു വഖഫ് നീ നിശ്ചയിച്ചു, ആ വഖഫ് നിലനിൽക്കുന്ന കാലത്തോളം, അതിന്റെ പ്രയോജനം ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തോളം. മൂന്നാമത്തേത് ഔ ഇൽമുൻ യുൻതഫഉ ബിഹ്, അവൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത ഇൽമ്, അത് ആളുകൾ പ്രയോജനമെടുക്കുന്ന കാലഘട്ടത്തോളം നീ ഒരാൾക്ക് പറഞ്ഞു, അയാൾ ആർക്ക് പറഞ്ഞു കൊടുത്തു, അയാൾക്ക് പറഞ്ഞു. ഇങ്ങനെ ഇത് എത്ര കാലം നിന്നിൽ നിന്ന് ആളുകൾ പകർത്തിയെടുക്കുന്ന അത്രയും കാലം നിനക്ക് ഈ സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്ത് നിനക്ക് ഒന്നിലധികം ആളുകളുടെ ആയുസ് സൽക്കർമ്മങ്ങൾ മാത്രമായി ലഭിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ദഅവത്തിന്റെ കാര്യം ശ്രദ്ധിക്കാം. ഒന്നിലധികം ആയുസ്, ഒരു മനുഷ്യനാകെ എത്ര വർഷം ജീവിക്കുക? 60 വർഷം ജീവിക്കുക, 100 വർഷം ജീവിക്കുക. പക്ഷെ നിനക്ക് നാളെ പരലോകത്തെത്തുമ്പോൾ നിന്റെ ആയുസ് ഒരു 1000 വർഷം ജീവിച്ചവനെ പോലെ, ഒരു 2000 വർഷം ജീവിച്ചവനെ പോലെ, 10000 വർഷം ജീവിച്ചവനെ പോലെ ആകണമോ? ഈ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചാൽ മതി. കാരണം ഇവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നിന്റെ അമലിലുണ്ടായിരിക്കും. എത്ര ഉപകാരപ്രദമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദഅവത്തിന്റെ കാര്യം നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ജനങ്ങളെ ഖൈറിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് നിസ്സാരമല്ല. നീ മരിച്ചു കഴിഞ്ഞാൽ നീ വേറുള്ള ആൾക്കാരുടെ ജീവിതം മാത്രമല്ല, ആലോചിച്ച് നോക്കൂ, ഇവരുടെയൊക്കെ ജീവിതം നിനക്ക് ചേർക്കപ്പെടുന്നത് എങ്ങനെയാണ്? അവന്റെ തിന്മയൊന്നും നിന്നിലേക്ക് ചേർക്കുന്നില്ല, ആകെ നന്മ മാത്രമാണ് ചേർക്കുന്നത്. എത്ര വലിയ ഖൈറാണ്! നിന്റെ ജീവിതം നിനക്ക് വേണ്ടി രേഖപ്പെടുത്തിയതിൽ നന്മയുണ്ട്, തിന്മയുണ്ട്. പക്ഷെ നീ ഒരാളെ തൗഹീദിലേക്ക് ക്ഷണിച്ചാൽ, ഒരാളെ ഇസ്ലാമിലേക്ക് നീ കൊണ്ടുവന്നാൽ, പിന്നെ അവൻ കള്ളുടിച്ചാലോ അല്ലെങ്കിൽ കളവ് പറഞ്ഞാലോ നിനക്ക് അതിന്റെ ശിക്ഷ ഉണ്ടോ? ഇല്ല. പക്ഷെ അവന് എന്തൊരു നന്മ ചെയ്താലും അതിന്റെയൊക്കെ പ്രതിഫലം നിനക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. നീ കിടന്നുറങ്ങിയിരിക്കും, അവൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിനക്കതിന്റെ പ്രതിഫലമുണ്ട്. ഒരാൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ, ഇസ്ലാമിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ അവൻ ചെയ്യുന്ന സർവ്വ സൽക്കർമ്മങ്ങളിൽ ഇവന് പങ്കുണ്ടായിരിക്കും.
കാരണം ഇസ്ലാം ഏതൊരു സൽക്കർമ്മവും സ്വീകരിക്കപ്പെടാനുള്ള ബാധ്യത. അതുകൊണ്ട് സഹോദരങ്ങളെ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തൻ്റെ സമയവും തൻ്റെ പ്രയത്നവും അടിത്തറകളിലേക്ക് ക്ഷണിക്കാനാണ് ഉപയോഗപ്പെടുത്തുക. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, തൗഹീദിലേക്ക് ക്ഷണിക്കുക, സുന്നത്തിലേക്ക് ക്ഷണിക്കുക. കാരണം ഇത് അടിത്തറകളാണ്. അടിത്തറ ശരിയായി കഴിഞ്ഞാൽ അതിനുമേൽ പടുത്തുയർത്തപ്പെടുന്ന എല്ലാ നന്മയിലും നിനക്ക് പങ്കുണ്ട്. ഏതെങ്കിലും ഒരു കേവലം ഒരു ശാഖാപരമായ ഒരു നന്മ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈറാണ് അടിസ്ഥാനം പറഞ്ഞു കൊടുക്കാനുള്ളത്. കാരണം അടിത്തറ നന്നായാൽ അതിനുമേൽ പടുത്തുയർത്തുന്ന എല്ലാ നന്മയിലും നിനക്ക് പങ്കുണ്ട്. സഹോദരങ്ങളെ, തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ കാലഘട്ടമാകട്ടെ, നോക്കൂ, ജനങ്ങൾക്ക് ഇത്രത്തോളം ദഅവത്ത് എളുപ്പമാക്കപ്പെട്ടൊരു കാലമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു വിരൽ കൊണ്ട് അമർത്തിയാൽ 1000 10,000 ആളുകൾക്ക് ദീനെത്തിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു കാലഘട്ടം. പക്ഷെ എന്നിട്ട് നമ്മൾ വരുത്തുന്ന കുറവെത്രയാണ്? എന്നിട്ട് നമ്മൾ ഈ വിഷയത്തിൽ വരുത്തുന്ന കുറവെത്രയാണ്? തൗഹീദി ദഅവ എന്നത്, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതിന് ഇത്രമാത്രം വലിയ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നേടിയെടുക്കാൻ സഹോദരങ്ങളെ ശ്രദ്ധയുണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് ദഅവത്ത് നടത്തുന്നത്? അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ശൈഖ് അവറുകൾ അദ്ദേഹം പറയാം, ഒന്ന്, ദഅവത്തിന്റെ ലക്ഷ്യം നന്നായി ഓർക്കുക. ഇതിനാണ് ദഅവത്ത് നടത്തുന്നത്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഒന്നാമത്തെ ഉദ്ദേശം അള്ളാഹു ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ദഅവത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം ഒന്ന് അടുത്തിരുന്നാൽ ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. ഒന്നാമത്തെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് റബ്ബിനെ കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ശിർക്കിലും ഖുറാഫാത്തുകളിലും അകപ്പെടുന്ന അനേകം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു ആരാണെന്ന് അറിയില്ല. ധാരാളക്കണക്കിന് ആളുകൾ വലിയനോട് തേടാനുള്ള കാരണമായി പറയാറുള്ളത് എന്താ? ഞാൻ ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയധികം തെറ്റ് ചെയ്ത് അള്ളാഹുവിനോട് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? എത്ര ആൾക്കാർ അതാണ് പറയാറുള്ളത്. പക്ഷെ വലിയമാർ, ഔലിയാക്കന്മാർ വലിയ സ്ഥാനമുള്ളതാണ്. അള്ളാഹു ആരാണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഒരു സ്ത്രീ തന്റെ കുട്ടിയെ നഷ്ടപ്പെട്ട് യുദ്ധത്തടവുകാരുടെ കുട്ടികളെ കാണുമ്പോഴെല്ലാം അതിനെ ചേർത്ത് അണച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചതിന് മുലപ്പാൽ നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ആ സ്ത്രീയുടെ സ്വന്തം കുട്ടിയെ കാണാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, ഹൽ തറൗന അന്ന ഹാദിഹി താരിഹത്തുൻ വലദഹ? ആ സ്ത്രീ തന്റെ കയ്യിൽ കുട്ടിയെ കിട്ടിയാൽ, തന്റെ സ്വന്തം കുട്ടിയെ കിട്ടിയാൽ അതിനെ ഒരു തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ പറഞ്ഞു, ലാ വല്ലാഹി ലാ തഖ്ദിറു അലാ ദാലിക്. അല്ലാഹുവാണ്, അവൾക്കതിന് സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ. എങ്കിൽ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട്, ഈ സ്ത്രീക്ക് തന്റെ കുട്ടിയോടുള്ളതിനേക്കാൾ കാരുണ്യമുള്ളവനാണ്. നിങ്ങൾ ആ ഹദീസ് ചിന്തിച്ചിട്ടുണ്ടോ? ഹമ്മാദ് ഇബ്നു സലമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞായി കാണാം, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് രണ്ടിലൊരു കാര്യം തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകിയാൽ, ഒന്നല്ലെങ്കിൽ നിന്റെ കാര്യം നിന്റെ മാതാപിതാക്കൾ തീരുമാനിക്കും, അല്ലെങ്കിൽ നിന്റെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും എന്ന് അള്ളാഹു എനിക്ക് തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയാൽ ഞാൻ അള്ളാഹുവിനെയാണ് ഏൽപ്പിക്കുക. കാരണം അള്ളാഹു എൻ്റെ മാതാപിതാക്കളെക്കാൾ എന്നോട് കരുണയുള്ളതാണ്. നിങ്ങളെ ഹദീസ് ചിന്തിച്ചിട്ടുണ്ടോ? ചില ആളുകൾ ചിലപ്പോൾ കുട്ടിനെ ആരെങ്കിലും തീയിലേക്കറിയോ, മാതാവ് തീയിലേക്കറിയോ, പക്ഷെ അള്ളാഹു മനുഷ്യരെ നരകത്തിലേക്ക് ആക്കുന്നില്ല എന്ന് ചിലർ ചോദിച്ചേക്കാം. ചിന്തിക്കാത്തൊരുക്ക ചിന്തിച്ചു നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് അവന്റെ തിന്മകൾ ഏതു പ്രായത്തിലാണ് രേഖപ്പെടുത്തി തുടങ്ങുന്നത്? പ്രായപൂർത്തിയായല്ല. പ്രായപൂർത്തി എത്തുന്നതുവരെ അവൻ തിന്മ ചെയ്താൽ അത് അവന്റെ ഏട്ടിൽ രേഖപ്പെടുത്തുന്നതേയല്ല. തിന്മ ചെയ്താൽ അത് അവന്റെ തിന്മയായി രേഖപ്പെടുത്തുന്നത്. പറയുമ്പോൾ ഒരു ബുദ്ധിയുണ്ട്. ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാകണം, ഒന്നെങ്കിൽ 15 വയസ്സാകണം, അല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കണം, ഗുഹ്യസ്ഥാനത്ത് രോമമുളയ്ക്ക്, ഏതാണ്ട് 10 15 വയസ്സാവണം. 10 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? അല്ല, ബുദ്ധിയുണ്ട്. തെറ്റെന്താണെന്ന് അവനറിയാം. പക്ഷേ അള്ളാഹു അവന്റെ കാരുണ്യത്താൽ പ്രായപൂർത്തി എത്തുന്നതുവരെ
ഒരു കുട്ടിയുടെ തിന്മ രേഖപ്പെടുത്തുകയേ ഇല്ല, എന്നവന്റെ നന്മ രേഖപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഒരു മാതാവിന്റെ കാര്യമോ? ഉമ്മ ചിലപ്പോൾ കൈക്കുഞ്ഞായിരിക്കും, മുല കുടിക്കുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടി രാത്രി ഉറക്കത്തിൽ കരഞ്ഞാൽ, കുറെ കരഞ്ഞ് ഉറക്കം കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ദേഷ്യം പിടിച്ചിട്ട് ഒരു അടി കൊടുക്കും, അല്ലെങ്കിൽ ഒന്നുള്ളു കൊടുക്കും. ചെറിയ കുട്ടിക്ക് അറിയുപോലുമില്ല ഉമ്മാന്റെ ഉറക്കം കളഞ്ഞിട്ടാണ് ഞാൻ ഈ കരയുന്നത് എന്ന കുട്ടിക്ക് അറിയുകയില്ല. എന്നാൽ പോലും ആ കുട്ടി ഒരു തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഉമ്മക്ക് ചിലപ്പോൾ ദേഷ്യം പിടിച്ചാൽ അതിനൊന്ന് വേദനിപ്പിച്ചേക്കാം. പോട്ടെ, അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും 3-4 വയസ്സായി, കുട്ടികൾ ഒരു ഗ്ലാസ് താഴത്തേക്ക് ഇട്ട് പൊട്ടിച്ചു. ബോധപൂർവം ചെയ്താണോ? അല്ല. എന്തൊക്കെ കിട്ടാറുണ്ട് അതിനു വേണ്ടി? ഗ്ലാസ് താഴത്ത് വീണ് പൊട്ടിയാൽ നോക്കൂ, പറയുമ്പോൾ അവർക്ക് കാരുണ്യമുണ്ട്, കാരുണ്യമില്ലാഞ്ഞിട്ടല്ല. ഇതൊക്കെയായിട്ടും ഒരു മാതാവ് ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട്. കഴിഞ്ഞില്ല, വലിയ ഒരു മനുഷ്യനായി വിചാരിക്കുക. നീ ചിന്തിച്ചു നോക്കുക, ആലോചിച്ചു നോക്കുക. നിന്റെ ജീവിതത്തിൽ രഹസ്യമായി നീ ചെയ്ത, നിന്റെ ഹൃദയത്തിൽ നീ പ്രവർത്തിച്ച, ആളുകൾ അറിയാതെ നീ ചെയ്ത തിന്മകൾ, ആ തിന്മകളെല്ലാം വേണ്ട, ആ തിന്മകളിൽ ചിലതെങ്കിലും നിന്റെ ഉമ്മ അറിഞ്ഞിരുന്നെങ്കിൽ അവർ നിന്റെ വീട്ടിലേക്ക് ഏറ്റുവരുന്നില്ല. എത്ര ഉമ്മമാർ ചിലപ്പോൾ പറയാറുണ്ട് മക്കളോട്, എൻ്റെ മയ്യത്തൂല അവനെ കാണിക്കാൻ പാടില്ല, അത്രയും വലിയ അതിക്രമം, എന്തൊക്കെ വന്നാൽ ഞാൻ പുറത്തു കൊടുക്കില്ല. എത്ര ഉമ്മമാരങ്ങനെ പറയും. എന്നാൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. അള്ളാഹു എല്ലാ തിന്മകളും പൊറുക്കുന്നവനാണ്. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കോ വാക്ക് പറയാൻ പറ്റില്ല. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് ആ വാക്ക് പറയാൻ സാധിക്കില്ല. എല്ലാ തിന്മയും ഞാൻ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു നോക്കൂ, മാ അഹദുൻ അസ്ബറു അലാ അദൻ സമിഅഹു മിൻ അല്ലാഹ്. ആക്ഷേപങ്ങളും മോശവാക്കുകളും കേൾക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോളം ക്ഷമിക്കുന്ന മറ്റൊരാളില്ല. യദ്ഊന ലഹു വലദൻ, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് റിസ്ക് നൽകുന്നു, അവർക്ക് സമ്പത്ത് നൽകുന്നു. നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് ഈ ഒരു 2 കാര്യം മാത്രമല്ല, ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ഇനിയും ചിന്തിച്ചു നോക്കുക. എത്ര തവണയാണ് ചില തെറ്റുകൾ ചെയ്തതിനു ശേഷം നമ്മൾ ഇനി തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞത്? പക്ഷെ എത്ര തവണ വീണ്ടും തിരിച്ചു പോയിട്ടുണ്ട്. എത്രയെല്ലാം തവണ നീ തിരിച്ചു പോയാലും അവൻ ഓരോ രാത്രിയിലും, രാത്രിയുടെ 1/3 ഭാഗം ബാക്കിയുള്ള സന്ദർഭത്തിൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് അള്ളാഹു ചോദിക്കുന്നു, മൻ യദ്ഊനി ഫസ്തജീബ ലഹു വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു വമൻ യസ്അലുനി ഫഅഅതിയഹു. ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് കൊടുക്കാം, ആരുണ്ട് എന്നോട് പാപമോചനം തരാൻ ഞാൻ പുറത്തു കൊടുക്കാം, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ ഞാൻ അവന് ഉത്തരം നൽകാം. എല്ലാ രാത്രിയും സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞോ? ഇല്ല. മനുഷ്യൻ ഈ തിന്മകളൊക്കെ പ്രവർത്തിച്ചു, പരലോകത്തെത്തി, തിന്മൊക്കെ ഉണ്ട്. പക്ഷേ അവന്റെ നന്മകൾ അവന്റെ തിന്മകളെക്കാൾ കൂടുതലാണെങ്കിൽ അവന് ശിക്ഷ ഉണ്ടോ? ഇല്ല. എന്തേ സംഭവിച്ചത്? അവന്റെ തിന്മകളെക്കാൾ കൂടുതൽ നന്മയുണ്ട്. തിന്മ ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം? ഇല്ല, ഇത്രയും തിന്മ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ തിന്മയേക്കാൾ കൂടുതലാണ് അവന്റെ നന്മയെങ്കിൽ അവന് സ്വർഗമുണ്ട്. കഴിഞ്ഞോ? ഇല്ല. ഹദീസുകൾ വന്നതുപോലെ ചില മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തന്റെ അടിമകളിൽ നിന്ന് മറച്ചുപിടിക്കും. നോക്കൂ, ഒരു ഉമ്മ എത്ര കാരുണ്യമുള്ളവരാണെങ്കിലും ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. സൃഷ്ടികളുടെ മുൻപിൽ അവനെ മറച്ചുവെക്കും. ഇന്നല്ലാഹ യദഉ കനഫഹു അലാ അബ്ദിഹി. അല്ലാഹു അവന്റെ മറ തന്റെ അടിമയുടെ മേൽ വെക്കുന്നതാണ്. എന്നിട്ട് അവൻ അടുത്തേക്ക് നിർത്തും. എന്നിട്ട് അവനോട് ചോദിക്കും, അവന്റെ ഓരോരോ തിന്മകളെക്കുറിച്ച് അവനോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഫഅൽത ദംബ കദ, നീ ഇന്ന തിന്മ ചെയ്തിട്ടില്ലേ, ഇന്ന തിന്മ ചെയ്തിട്ടില്ല. അവന്റെ ചെറിയ ചെറിയ തിന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഹദീസിൽ കാണാം, ഈ മനുഷ്യൻ പറയും, അള്ളാഹു ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവന്റെ മനസ്സിൽ അവൻ ചിന്തിക്കുന്നത്, ഞാൻ റബ്ബേ ചെറിയ ചെറിയ തിന്മയാണ് ചോദിക്കുന്നത്, വലിയ തിന്മകൾ അവന്റെ മനസ്സിലുണ്ട്. ഈ ചെറിയ തിന്മകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ വറഅ ഫീ നഫ്സിഹി അന്നഹു ഖദ് ഹലക്, അവൻ മനസ്സിൽ ഉറപ്പിക്കും, എന്റെ കാര്യം
തീർന്നു, ഞാൻ നശിച്ചിരിക്കുന്നു എന്ന് അവൻ ഉറപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, ഖദ് സതർതുഹാ ലക ഫിദ്ദുനിയ വഗഫർതുഹാ ലക അൽയൗം. ദുനിയാവിൽ നിന്റെ ഈ തിന്മകളൊക്കെ ഞാൻ മറച്ചു വെച്ചിരുന്നു, സൃഷ്ടികൾ കാണാതെ. നമ്മൾ ആൾക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മറപ്പെടുത്തു കളഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഈ പറഞ്ഞ പ്രസംഗം കേൾക്കാൻ ആരെങ്കിലും ഇവിടെ ഇരിക്കോ? ആരെങ്കിലും അടുത്തടുത്തിരിക്കോ? ഏതെങ്കിലും മനുഷ്യർ കണ്ടാൽ സലാം പറയുമോ? നമ്മുടെ തിന്മകളുടെ മറ അള്ളാഹു എടുത്ത് നീക്കിയിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് സലഫുകൾ ചിലർ പറഞ്ഞു, തിന്മകൾക്കെങ്ങാനും ദുർഗന്ധമുണ്ടായിരുന്നെങ്കിൽ മനുഷ്യർ പരസ്പരം അടുക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ മറ കൊണ്ടാണ്, അള്ളാഹുവിന്റെ ശത്രു കൊണ്ടാണ്, മറച്ചു വെച്ചത് കൊണ്ടാണ്. എന്നിട്ട് അവൻ പറയുന്നത്, ഞാനിത് നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് എന്താണ്, റഹ്മത്ത് എന്താണ്, അവന്റെ ഇസ്സത്ത് എന്താണ്, അവന്റെ മലക്കൂത്ത്, അവന്റെ അധികാരം എത്ര വലുതാണ്, ഇത് ജനങ്ങളെ ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു നൽകുക എന്നത് സഹോദരങ്ങളെ ദഅവത്തിന്റെ ഒന്നാമത്തെ കാര്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ദഅവത്തിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങുമ്പോൾ അള്ളാഹുവിനെ അവൻ അറിഞ്ഞിരിക്കണം. അല്ലാതെ അവൻ എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക? അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചിരിക്കണം. എന്നിട്ടാണ് അവൻ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് അവൻ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ടാണ് അവൻ ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത്. ആരാണ് അള്ളാഹു എന്ന് അറിയിച്ചു കൊടുക്കുക? അള്ളാഹുവിന്റെ അവകാശം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. സഹോദരങ്ങളെ ചിന്തിക്കുക. ഇബ്നുൽ ഖയ്യിം ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, മനുഷ്യർ അവരുടെ ഹക്കുകളിൽപ്പെട്ട, അവരുടെ അവകാശത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അവരിൽ നിന്ന് അന്യായമായി കവർന്നെടുക്കപ്പെട്ടാൽ അവന് ഒരു കൺപോള അടക്കാൻ പോലും പ്രയാസമുണ്ടായിരിക്കും. വലിയ ഹക്കൊന്നും ആവണ്ടയില്ല. നിന്റെ ഒരു 10 രൂപ ഒരാൾ ചിലപ്പോൾ അന്യായമായി എടുത്താൽ നിനക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. നിന്റെ ഹക്കാണ്. 10 രൂപയാണ്, ചെറിയ പൈസ. പക്ഷെ ഒരാൾ അന്യായമായി എടുത്ത് ചിലപ്പോൾ ഉറക്കം കിട്ടില്ല. മനുഷ്യൻ അന്യായമായി ചെയ്താൽ, മറന്നുപോയതൊന്നുമല്ല, പക്ഷെ അന്യായമായി ഒരാൾ നിന്റെ അടുത്ത് ചെറിയ പണമാണ് എടുത്തതെങ്കിൽ പോലും, ഭർത്താവിന് ഭാര്യ നൽകേണ്ട അവകാശം അത് മറ്റൊരാൾക്ക് അവൾ നൽകിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഭർത്താവിന്റെ സ്ഥിതി? അവൾ എത്ര വലിയ ഭക്ഷണം കൊണ്ടുവച്ചാലും എന്തു വലിയ കാര്യങ്ങൾ ചെയ്താലും അവന്റെ സ്ഥിതി എന്തായിരിക്കും? മനസ്സമാധാനം ഉണ്ടാവും. ഇത് സൃഷ്ടികൾക്കിടയിലുള്ള ഹക്കിന്റെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ റബ്ബിന്റെ ഹക്കിന്റെ കാര്യം എന്താ? അള്ളാഹുവിന്റെ അവകാശം. അള്ളാഹുവിന്റെ അവകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅൻ. അള്ളാഹുവിന് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്നാൽ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. നിങ്ങൾ സഹോദരങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഇബാദത്ത് എന്നത് അള്ളാഹുവിന്റെ അവകാശമാണ്. ഇബാദത്തായി അള്ളാഹു എന്തൊരു കാര്യം, അത് അള്ളാഹുവിന്റെ അവകാശമാണ്. നോക്കൂ, അവകാശത്തിന്റെ ഗൗരവം എന്താണ്? ആ അവകാശം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ സൃഷ്ടികളിൽ ഒരാൾക്ക് നൽകിയാൽ പോലും അവൻ തൃപ്തിപ്പെടുന്നില്ല. ഒരാൾ അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് നബിമാർക്ക് നൽകി, നബിക്കല്ലേ കൊടുത്തത് എന്ന് പറയുമോ? ഇല്ല. നബിക്ക് കൊടുത്താൽ പോലും അത് ഗൗരവമുള്ളതാണ്. റബ്ബിനുള്ള അവകാശമാണ്. അള്ളാഹു നമ്മെ പഠിച്ചത് അതിനുവേണ്ടിയാണ്. അവനെ ഇബാദത്ത് ചെയ്യാനാണ്, അവന്റെ അബ്ദാകാൻ വേണ്ടിയാണ്, അടിമയാകാൻ വേണ്ടിയാണ്, ദാസനാകാൻ വേണ്ടിയാണ്. അള്ളാഹുവിന് മുൻപിൽ അതുകൊണ്ടാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൗലം തുദ്നിബു, നിങ്ങൾ തിന്മകൾ ചെയ്യാത്തൊരു സമൂഹമായി മാറിയാൽ അള്ളാഹു നിങ്ങളെ മാറ്റുന്നതാണ്. എന്നിട്ട് തിന്മകൾ ചെയ്യുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരും. അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയും അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞേക്കാണ്, ദുനൂബുകൾ, തിന്മകൾ, അതിൽ അടിമത്വത്തിന്റെ ഒരു ഭാവമുണ്ട്. എന്താണത്? റബ്ബേ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടുത്തേക്ക് വരാതെ എനിക്ക് നിവൃത്തിയില്ല, നീയല്ലാതെ എനിക്ക് പുറത്തു തരാൻ ഒരാളില്ല. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നോക്കൂ, ആദം അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് നോക്കൂ. അള്ളാഹുവെ, ഞങ്ങൾ തിന്മകൾ ചെയ്തിരിക്കും, നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതാണ്. ഇത് മനുഷ്യന്റെ താഴ്മയുടെ അവസ്ഥയാണ്.
യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഫഖീറാണ്. നിങ്ങൾ അള്ളാഹു. ഇതുകൊണ്ട് പണ്ഡിതന്മാർക്ക് ചർച്ചയുണ്ട്. ഒരു ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ ഭാഷാപരമായ ശുദ്ധിയാണോ ആവശ്യമുള്ളത്? ഇത് മനുഷ്യൻ അറബിയിൽ പ്രാർത്ഥിക്കാനിരിക്കും. അപ്പം അറബിയിൽ ഒരു ഭാഷാശുദ്ധിയോടുകൂടി ദുആ ചെയ്യുന്നതാണോ നല്ലത്? അതല്ല, അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന എങ്ങനെയാണോ അവന്റെ മനസ്സിൽ വരുന്നത് അങ്ങനെ പ്രാർത്ഥിക്കലാണോ നല്ലത്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഭാഷാശുദ്ധിക്ക് വേണ്ടി അറബിയിലെ വാക്കുകൾ സജഉപ്പിക്കാൻ വേണ്ടി, പ്രാസമുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് പാടില്ല. മറിച്ച് നിന്റെ ഹൃദയത്തിലെ ദുആ എന്താണോ, വിനയം എന്താണോ, താഴ്മ അത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ റബ്ബിനോട് പറയാന്നുള്ളതാണ് വേണ്ടത്. അള്ളാഹുവിനോട് നിന്റെ ഹൃദയം തുറക്കാന്നുള്ള, ഹൃദയത്തിന്റെ താഴ്മ റബ്ബിന് മുൻപിൽ കാണിക്കാന്നുള്ളതാണ്. നോക്കൂ, സുജൂദ് നോക്കൂ നിങ്ങൾ. മനുഷ്യന്റെ താഴ്മയുടെ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. റുകൂഅ് നോക്കൂ നിങ്ങൾ. നിസ്കാരത്തിൽ നൃത്തം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുൻപിൽ അബ്ദായി തീരുക, റബ്ബിന്റെ അബ്ദായി തീരുക, അത് അള്ളാഹു നിന്റെ പക്കൽ നിന്ന് അവനുള്ള അവകാശമാണ്, റബ്ബിന്റെ അവകാശമാണ്. അതിലൊരിക്കലും ഒരു മനുഷ്യൻ കൈകടത്തുക എന്നത് അതിക്രമമാണ്. ആലോചിച്ചു നോക്കൊരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകേണ്ട പ്രാർത്ഥന മറ്റൊരു സൃഷ്ടിക്ക് നൽകുമ്പോൾ അവൻ എന്താ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഷെയ്ഖ് സഅദി ശിർക്കിന്റെ ആയത്ത് വിശദീകരിച്ച സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, ശിർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എല്ലാ നിലക്കും നിരാശ്രയനായ സർവധന്യതയുമുള്ള ഗനിയായ ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എല്ലാ നിലക്കും ദരിദ്രനായ, ഒന്നിനും കൊള്ളാത്തവനായ സൃഷ്ടിയോട് തുല്യതപ്പെടുത്തുകയാണ് നീ ചെയ്യുന്നത്. എന്താ അതിന്റെ ഗൗരവം? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതിന്റെ ഗൗരവം എന്താ? ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ചില ആളുകൾ പറയാറുള്ള കഥയുണ്ട്. അവർ പറഞ്ഞു, ഒരു രക്ഷിതാവ് തന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ 2 മക്കളോട് പറഞ്ഞു, കുട്ടികളെ, ഞാൻ വീട്ടിൽ നിന്ന് പോവുകയാണ്, ഞാൻ തിരിച്ചു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് മൂത്ത മകനോട് പറഞ്ഞു നീ ഇന്ന റൂം വൃത്തിയാക്കണം, ഇളയ മകനോട് പറഞ്ഞു നീ ഇന്ന റൂം വൃത്തിയാക്കണം. അങ്ങനെ ഈ 2 മക്കളും അവരെ ഇത് ഏൽപ്പിച്ചുകൊണ്ട് ഇയാൾ പോയി വിചാരിക്കാം. മൂത്ത മകൻ റൂം മുഴുവൻ വൃത്തിയാക്കി. രണ്ടാമത്തവൻ ഈ പറഞ്ഞു ഒന്നും ചെയ്തില്ല, റൂം വൃത്തികേടാണ്. പിതാവ് തിരിച്ചെത്തിയപ്പോൾ മൂത്ത മകന്റെ റൂമിൽ ചെന്ന് വീട് വൃത്തിയുണ്ട്. പക്ഷേ വീട്ടിന്റെ മതിലിന് മുകളിൽ എഴുതി വെച്ചൊരു കുരങ്ങിന്റെ ചിത്രം വരച്ച് ഇതെന്റെ വാപ്പയെന്ന് എഴുതിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നോക്കൂ, ഒരു സൃഷ്ടിയോടാണ് നിന്നെ താരതമ്യപ്പെടുത്തുന്നത്. അറിയുമ്പോൾ നീയും സൃഷ്ടിയാണ്, കുരങ്ങനും സൃഷ്ടിയാണ്. പക്ഷേ മനുഷ്യർ നിസ്സാരമായി കാണുന്ന, ബുദ്ധിയില്ലാത്തതായോ മറ്റോ കാണുന്ന ഒരു കുരങ്ങിനോട്, അല്ലെങ്കിൽ ഒരു നായയോട്, അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ജീവിയോട് നിന്നെ തുല്യതപ്പെടുത്തി കഴിഞ്ഞാൽ നിനക്കത് എത്രമാത്രം പ്രയാസകരമാണ്. ഇപ്പൊ റൂം മുഴുവൻ നല്ല റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് നല്ല ചിത്രം എന്ന് പറയോ? മറിച്ച് നിന്നെ ഒരു സൃഷ്ടിയോട് താരതമ്യപ്പെടുത്തുക എന്നത് നിനക്ക് തൃപ്തികരമല്ല. എന്നിരിക്കെ ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനെ സുബ്ഹാനഹു വ തആല അവൻ ഉറങ്ങുകയോ മയക്കം വരികയോ ചെയ്യാത്ത എല്ലാം അറിയുന്നവനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെയാണ് നീ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത വിഗ്രഹത്തോട്, മരിച്ചുപോയ വലിയനോട്, ജാറത്തോട്, മക്ബറയോട് പങ്കുചേർക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട അതേ കാര്യമാണ് ഇവരോട് ചോദിക്കുന്നത്. എത്ര വലിയ അതിക്രമമാണ് ഇവരുടെ സഹോദരങ്ങളെ. ശിർക്ക് ഗാമികൾ പറഞ്ഞ പോലെ ഒരു നസ്രാനിയുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് പ്രയാസമാണ് എന്ന് ഇമാം അഹ്മദ് പറഞ്ഞേക്കണം. അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന ഒരുത്തന്റെ മുഖത്തേക്ക് നോക്കുന്നത് എനിക്ക് പ്രയാസകരമാണ്. ഇത് ചിന്തിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നസ്രാന്റെ മുഖത്തേക്ക് നോക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള മസലയല്ല അവിടെ ഉള്ളത്. മറിച്ച് അള്ളാഹുവിന് സന്താനമുണ്ട് എന്നാണല്ലോ ഇയാൾ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഇബാദത്താണല്ലോ ഈ മനുഷ്യൻ വേറൊരാൾക്ക് കൊടുക്കുന്നത് എന്നു കാണുമ്പോഴുള്ള ഹൃദയത്തിന്റെ വേദനയാണത്. നിന്റെ ഉമ്മയോട് ഒരാൾ അതിക്രമം ചെയ്താൽ നിനക്ക് എത്ര വേദന ഉണ്ടായിരിക്കും അത് ചെയ്തവനോട്? നിന്റെ ഉപ്പയോട് ചെയ്ത ആകാശഭൂമികളുടെ റബ്ബിനോടൊരു അതിക്രമം ഏറ്റവും വലിയ അതിക്രമമാണ്. അള്ളാഹുവിന് നൽകേണ്ട ഹക്ക്, അവനുള്ള അവകാശം മറ്റൊരാൾക്ക് നൽകുക എന്നുള്ളത്. അള്ളാഹുവിനുള്ള അവകാശം എന്താണ്? ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ,
സലഫികളായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ നന്നായി തൗഹീദിന്റെ ആത്മാവ് എന്താണെന്ന് പഠിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവണം എന്തുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും ഗൗരവമുള്ളതായത്. നമ്മൾ കാലങ്ങളായി ഇത് പറഞ്ഞു കേൾക്കുന്നു, ശിർക്ക് ഏറ്റവും ഗൗരവമുള്ളത്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഗൗരവമുള്ളതായത്? എങ്ങനെയാണ് ഇത് ഇത്ര ഗൗരവമുള്ളതാകുന്നത്? അത് പഠിച്ചിട്ട് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതും അല്ലാതെ പറയുന്നതും വലിയ വ്യത്യാസമുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുൻഗാമികൾ ചില പറഞ്ഞതായി കാണാം, ലൗ അന്ന ജസദി ഖുരിദത് ബിൽ മഖാരിദ്, എന്റെ ശരീരം മുഴുവൻ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട്, ആളുകൾ എന്റെ മാംസം മുഴുവൻ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് വാരിയെടുക്കുകയാണ്, അതിനു പകരമായി ജനങ്ങളെല്ലാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ തൃപ്തനാണ്. റബ്ബിനുള്ള ഇബാദത്ത് നൽകപ്പെടുക എന്നത്, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഈ ഹക്ക് മനസ്സിലാക്കുക എന്നുള്ളത്, അതിന്റെ പ്രാധാന്യം എന്താണ് തിരിച്ചറിയാന്നുള്ളത്, അള്ളാഹു ആരാണെന്ന് മനസ്സിലായാലാണ് നമുക്ക് തിരിച്ചറിയാം. ആകാശഭൂമികളുടെ റബ്ബ് സുബ്ഹാനഹു വ തആല, നമുക്ക് നിസ്കാരം എന്താ പറയുന്നത്? അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. എന്താ അവന്റെ വലുപ്പം? ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കിയിട്ടില്ല. വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ, ഭൂമി അള്ളാഹുവിന്റെ കയ്യിൽ അവൻ പിടിക്കുന്നതാണ്, അവന്റെ കൈപ്പിടിയിലായിരിക്കും. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, ആകാശങ്ങൾ, നോക്കി ആകാശങ്ങൾ, ഇവ അള്ളാഹു ചുരുട്ടിയെടുക്കുന്നതാണ് അവന്റെ വലത് കരം കൊണ്ട്. അള്ളാഹുവിന്റെ വലുപ്പം എന്തായിരിക്കും? ആകാശങ്ങൾ അവന്റെ, ഹദീസിൽ ചില ആധാറുകൾ വന്നതുപോലെ ഭൂമി അള്ളാഹുവിന്റെ കൈക്കുള്ളിൽ ഒരു ഖർദലത്ത് പോലെയായിരിക്കും എന്നാണ്, ഒരു കടുകുമണി പോലെയായിരിക്കും. അത്ര ചെറുതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവന്റെ വലുപ്പം എന്താണ്? അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹു പറഞ്ഞത് ലാ തുദ്രികുഹുൽ അബ്സാർ, അള്ളാഹുവിനെ നിങ്ങൾക്ക് കണ്ണുകൾ കൊണ്ട് പരിപൂർണമായി ചൂഴ്ന്ന് കാണുക എന്നത് സാധ്യമല്ല. സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുക എന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട്. ആ കാഴ്ച പോലും എന്തല്ല, പരിപൂർണമായി റബ്ബിനെ മുഴുവൻ മനസ്സിലാക്കുക, യഥാർത്ഥത്തിന്റെ അർത്ഥത്തിൽ ചൂഴ്ന്നറിയുക എന്ന വിധത്തിൽ അള്ളാഹുവിനെ കാണാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല. കാരണം അവൻ അത്രയും മഹത്വമുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നു ഹിജാബുഹുൻ നൂർ, അള്ളാഹുവിന്റെ ഹിജാബ് എന്നത് പ്രകാശമാണ്. ലൗ കശഫഹു ലഅഹറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറു, അതവൻ നീക്കിയിരുന്നെങ്കിൽ, ആ പ്രകാശത്തിന്റെ മറവൻ നീക്കിയിരുന്നെങ്കിൽ അവന്റെ കണ്ണെത്തുന്നിടമെല്ലാം, അവന്റെ മുഖത്തിന്റെ സുബ്ഹാത്ത് എത്തുന്ന ഇടമെല്ലാം കരിഞ്ഞു പോകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ആരാണ്? അല്ലാഹു എത്ര വലിയവനാണ്. ആ റബ്ബിനോടാണ് ഞാൻ ദിക്റും ചെയ്യുന്നത്. ആ റബ്ബിന് അർഹതപ്പെട്ട കാര്യമാണ്. ഒന്നിനും കൊള്ളാത്ത ഈ മനുഷ്യൻ മൂത്രമൊഴിക്കുകയും മലവിസർജനം നടത്തുകയും ഉറങ്ങുകയും മരിക്കുകയും ഇന്നലെ വരെ ഉമ്മയുടെ മുലപ്പാൽ കുടിക്കുകയും മൂത്രമൊഴിച്ചാൽ അത് വൃത്തിയാക്കി കൊടുക്കാൻ പോലും മറ്റുള്ളവന്റെ സഹായം ആവശ്യം വേണ്ടി വന്നിരുന്നൊരു മനുഷ്യനോടാണോ നീ റബ്ബിനെ താരതമ്യപ്പെടുത്തുന്നത്? അല്ലാഹു സുബ്ഹാനഹു വലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അല്ലാഹുവിന് ഒരിക്കലും ഉപമകൾ പറയരുത്. വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ, അല്ലാഹു അറിയുന്നവനാണ്, നിങ്ങൾക്ക് അറിയുകയില്ല. റബ്ബ് ആരാന്ന് മനസ്സിലായിട്ടില്ല. പരലോകത്തെക്കുറിച്ച് പോലും ഖുർആൻ അല്ലാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ. പരലോകത്തെക്കുറിച്ച്, അത് അല്ലാഹുവിന്റെ പടപ്പാണ്. പരലോകത്തെക്കുറിച്ച് എത്ര ആയത്തുള്ളത്? അൽഹാഖതു മൽഹാഖതു വമാ അദ്റാക മൽഹാഖ. റസൂലുള്ളാഹിനോട് ചോദിച്ച വാക്കാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അർത്ഥം? അൽഹാഖ അല്ലെങ്കിൽ അൽ വാഖിഅ അല്ലെങ്കിൽ അൽ ഖാരിഅ. മൽ ഖാരിഅ, എന്താണ് നബിയെ ഖാരിഅത്ത് എന്ന് പറഞ്ഞാൽ? വമാ അദ്റാക മൽ ഖാരിഅ, ഖാരിഅത്ത് എന്താണ് എന്ന് നബിയെ താങ്കൾക്ക് എങ്ങനെ മനസ്സിലാകാനാണ്? അതിന്റെ യാഥാർത്ഥ്യം അത് സംഭവിക്കുമ്പോഴല്ലാതെ ഒരാൾക്ക് മനസ്സിലാവുകയില്ല. ബാക്കിയെല്ലാം പറഞ്ഞു കേൾക്കുന്നതാണ്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഒരാൾ നേരിൽ കാണുമ്പോൾ അതിന് ബോധ്യപ്പെടുകയില്ല. ഭൂമി ഒന്നിപ്പോ കുലുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സ്ഥിതി എന്തായിരിക്കും? ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു പറയും ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി ഒന്നാകെ കുലുങ്ങിയാൽ, ഇദാ ശംസു കൂവറത്, ഇതൊക്കെ പരലോകത്തിന്റെ കാര്യമാണ്. ഈ പരലോകത്തെ പഠിച്ച റബ്ബിന്റെ കാര്യം എന്താണ്?
സുബ്ഹാനഹു വ തആല. ജിബ്രീലിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് ലഹു 600 ജനാഹ്, ജിബ്രീലിന് 600 ചിറകുകളുണ്ട്. ഒരു ചിറക് അത് മുഴുവൻ ചക്രവാളത്തെയും മറക്കുന്നതാണ്, മുഴുവൻ ചക്രവാളത്തെയും. നിങ്ങൾ ഈ കടപ്പുറത്തുനിന്ന് പോയി നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുക. ഈ ഹദീസ് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് പോയിട്ട് നോക്കുക, ചക്രവാളം എന്ന് പറഞ്ഞാൽ നിന്റെ ഈ മുന്നിൽ കാണുന്നതാണ്. ഇത് മുഴുവൻ ഒരു ചിറക് കൊണ്ട് മറക്കപ്പെടുമെങ്കിൽ 600 ചിറകുള്ള ജിബ്രീൽ വലുപ്പമെന്റെ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ റബ്ബിനെയാണ് ഒന്നിനും പോരാത്ത ഉറുമ്പിനോളം എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു മനുഷ്യനോട് ആളുകൾ എന്ത് ചെയ്യുന്നു? താരതമ്യപ്പെടുത്തുക. അതാണ് ശിർക്കിന്റെ ഗൗരവം. അവിടെയാണ് ഈ പറഞ്ഞ വിവരം കെട്ടാൻ മനുഷ്യന്മാർ വന്നിട്ട് മുദബ്ബറുൽ ആലം ഇങ്ങനത്തെ ജാതി അതിക്രമം പറയുന്നത്. നോക്കൂ, അതിന്റെ ഗൗരവം എന്താണെന്ന് നോക്കൂ. നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ട് ചിരിച്ചു തള്ളുകയും ചെയ്യും. എന്നാൽ അള്ളാഹുവിന്റെ ഹക്ക് മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. ചിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആളുകൾ പറയുന്നില്ല, വിമാനം അങ്ങനെ ആക്കി, ട്രെയിൻ ഇങ്ങനെ പിടിച്ചു വെച്ചു. ഇത് ചിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ചെയ്യുന്നത്. എന്താണ് ഈ ചെയ്യുന്നത് ആലോചിച്ച് നോക്കുന്നത്. ആളുകൾ പ്രസംഗിക്കുന്നത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, മരിക്കുന്ന സമയത്ത് നീ എന്ത് വിളിക്കണം? CM എന്ന് പറഞ്ഞാൽ മതി. എന്ത് വലിയ അതിക്രമമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിലാണ് ഈ കൈ കടത്തുന്നത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്ര വേദന ഉണ്ടാക്കുന്ന കാര്യമാണത്. സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് അതിന് ഇരിക്കാൻ സാധിച്ചില്ല, ആൾക്കാരെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല സഹോദരങ്ങളെ, തൗഹീദ് മനസ്സിലാക്കിയവരെ, നിങ്ങൾ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിനോട് ചെയ്യുന്ന അതിക്രമത്തിന്റെ ഗൗരവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ തൗഹീദ് മനസ്സിലാക്കിയ ഒരാൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ പണിയെടുക്കും ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കുക എന്നതിനോടൊപ്പം അതിൽ കുറവ് വരുത്തിയ ആളുകൾ അവർക്ക് ആ കുറവ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അള്ളാഹുവിനുള്ള ഹക്കിൽ കുറവ് വരുത്തുക എന്ന് പറഞ്ഞാൽ ഷിർക്ക് അതിന് ഏറ്റവും വലിയ കുറവാണ്. അള്ളാഹുവിന്റെ ഹക്കിനെ പരിപൂർണമായി തകർക്കുന്ന കാര്യമാണ് ഷിർക്ക്. അതിൽ താഴെയുള്ള ബിദ്അത്ത് അതിൽ താഴെയാണ്. വൻപാപങ്ങൾ, ചെറുപാപങ്ങൾ, ഇങ്ങനെ താഴോട്ട് വന്നാൽ റബ്ബിനോടുള്ള ഹക്കിന്റെ ഗൗരവം നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് നോക്കൂ, സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു എന്താ പറഞ്ഞത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. തൊട്ടുടനെ എന്താ പറയുക? വസ്തഗ്ഫിർ ലിദംബിക്, നബിയെ അങ്ങയുടെ തെറ്റുകൾക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പാപമോചനം തേടണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്തിഗ്ഫാറിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി അക്സറ മിൻ 70 മറ, ഞാൻ ഒരു ദിവസം തന്നെ 70-ലധികം തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. പണ്ഡിതന്മാർ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിന്മയും ചെയ്യുന്നില്ല, പിന്നെന്തുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? ചില ഉലമാക്കൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അവകാശം, അതിന്റെ വിശാലത ഒരാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എത്രയെല്ലാം പരിപൂർണവും സൂക്ഷ്മവുമായി ഇബാദത്തുകൾ ചെയ്താലും അവന് ബോധ്യപ്പെടുക, ഞാൻ അള്ളാഹുവിന്റെ അവകാശത്തിൽ ഇനിയും കുറവ് വരുത്തിയിട്ടുണ്ടെന്നാണ്. കാരണം അള്ളാഹുവിന് അർഹതപ്പെട്ട വിധത്തിൽ അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് തുല്യമാകുന്ന വിധത്തിൽ ഇബാദത്ത് ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഒരു മനുഷ്യന് സാധിക്കില്ല. മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. നിനക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് കണ്ണ്. അതിന് മാത്രം പകരമായി 1000 വർഷം നീ സുജൂദ് ചെയ്താലും അള്ളാഹു നൽകിയ നിഅമത്തിന് പകരമാവുകയില്ല. അപ്പൊ മറ്റു നിഅമത്തുകളുടെ കാര്യം എന്താ? അതുകൊണ്ട് തന്നെ തൗഹീദ് ഒരാൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് അവന് സ്വന്തം കുറവ് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവന്റെ ഇസ്തിഗ്ഫാർ അധികരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്ത് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണമെന്ന് പറഞ്ഞ ഉടനെ ഇസ്തിഗ്ഫാർ പറഞ്ഞു. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര പഠിക്കുന്നോ അത്രയും
താങ്കളുടെ കുറവ് താങ്കൾക്ക് ബോധ്യപ്പെടും. തൗഹീദ് കൂടുതൽ ഒരാൾക്ക് മനസ്സിലാകുന്നു എന്നതിൻ്റെ അടയാളമാണ് അവൻ സ്വന്തത്തെക്കുറിച്ച്, തൻ്റെ കുറവുകളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുക എന്നത്. നന്നായി ശ്രദ്ധിക്കുക. നിനക്ക് തൗഹീദ് നന്നായി ബോധ്യപ്പെടുന്നുണ്ട് എങ്കിൽ നിനക്ക് നിന്റെ കുറവ് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനോടൊപ്പം നിന്റെ നന്മ വർദ്ധിക്കുന്നുണ്ടായിരിക്കും. നന്മ വർദ്ധിക്കുന്നുണ്ടെങ്കിലും നിന്റെ കുറവുകൾ കൂടുതൽ കൂടുതൽ നിനക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പൊ ബെറ്ററായി, ഞാൻ ഉഷാറാണ് എന്ന് ചിന്തിക്കുന്നവൻ അവൻ അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. മദാരിജ് സാലിക്കീൻ ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞേക്കണം, റബ്ബിന്റെ മുൻപിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുൻപിൽ ഞാൻ ഒന്നിനും, റബ്ബേ നിന്റെ നിഅമത്തല്ലാതെ എൻ്റെ കയ്യിൽ യാതൊന്നുമില്ല, എനിക്ക് യാതൊന്നും എടുത്തു പറയാനില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്. സുബ്ഹാനല്ലാഹ് വാക്ക് അദ്ദേഹം പറഞ്ഞു, ആ തിരിച്ചറിവോടുകൂടി ഒരു മനുഷ്യൻ നടത്തുന്ന ഒരു നിശ്വാസമാണ്, ഒരു ശ്വാസമെടുക്കലാണ്. കിബറോടുകൂടി ആയിരക്കണക്കിന് വർഷം രാത്രിയിൽ നിസ്കാരം നിർത്താതെ നിർവഹിക്കുന്നവന്റെ നിസ്കാരത്തെക്കാൾ നല്ലത്. ഈ പറഞ്ഞതിനർത്ഥം നിസ്കാരം ഒഴിവാക്കുന്നല്ല, നിസ്കാരം നിലനിർത്തണം, രാത്രി നിസ്കാരമൊക്കെ ഫضലുള്ള കാര്യം. പക്ഷേ ഈ തിരിച്ചറിവ് നിനക്ക് നിന്റെ ഇബാദത്തുകൾ കൊണ്ട് ലഭിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിനോടുള്ള നിന്റെ ബാധ്യതയിൽ നീ എത്ര കുറവ് വരുത്തുന്നുണ്ട് എന്ന കാര്യം നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇബാദത്തിൽ മുന്നോട്ട് പോകുക. ദഅവത്തിന്റെ ഉദ്ദേശങ്ങൾ ഒന്നെന്താണ്? കുറവ് വരുത്തുന്നവർക്ക് അത് ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ ജനങ്ങളെ കൽപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് കൽപ്പിക്കുന്നത്? അള്ളാഹുവിനെ അനുസരിക്കാനാണ് കൽപ്പിക്കുന്നത്, നിന്നെ അനുസരിക്കാനല്ല. നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില കിതാബുകൾ കാണാം, ഹവയെക്കുറിച്ച്, ഒരു മനുഷ്യൻ ഹവയെ പിൻപറ്റുന്നു എന്ന അവസ്ഥയെക്കുറിച്ച് വിവരിച്ച ചിലർ പറഞ്ഞതായി കാണാം. ജനങ്ങൾക്കിടയിൽ പലപ്പോഴും അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പുറമേക്ക് പറയുക, ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് അവനെ വെറുത്തത് എന്നാണ്. അവനോട് ഞാൻ അത് പറഞ്ഞു, അവനനുസരിച്ചില്ല, അള്ളാഹ് പറഞ്ഞ കൽപ്പനക്ക് ഇവന് ഈ കൽപ്പന അനുസരിച്ചില്ല, അക്കൽപ്പന അനുസരിച്ചില്ല എന്നാണ് ജനങ്ങൾ പലപ്പോഴും പുറത്തേക്ക് പറയുക. എന്നാൽ നിന്റെ ഹൃദയത്തിന്റെ പാളികൾ നീ സൂക്ഷ്മമായി തുറന്നു നോക്കിയാൽ നിനക്ക് ബോധ്യപ്പെടും, ചിലപ്പോൾ ബോധ്യപ്പെടും, അള്ളാഹുവിനനുസരിച്ചില്ല എന്നുള്ളതല്ല നിന്റെ പ്രശ്നം, നിന്നെ അനുസരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ആകാൻ പാടില്ല. പലപ്പോഴും നമുക്ക് ഇവിടെ ആളുകൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് പലപ്പോഴും ഇതിന്റെ പേരിലാണ്. പക്ഷെ ആളുകൾ പുറത്തേക്ക് പറയുന്നതാണ് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ ഉള്ളുകൾ പരിശോധിച്ചു നോക്കിയാൽ നിന്നെ അനുസരിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അതിന് അടയാളമാകുന്നൊരു കാര്യം, നീ ആരോടാണോ തെറ്റിയത് അവൻ ഈ ചെയ്യുന്ന തെറ്റിനേക്കാൾ വലിയ തെറ്റ് ചെയ്യുന്നവൻ ചിലപ്പോൾ നിന്റെ അടുത്ത കൂട്ടുകാരനായിട്ടുണ്ടാവും. നിനക്ക് അവനോട് യാതൊരു പ്രശ്നം ഉണ്ടാവും. ആൾക്കാർക്ക് ഇത് കാണാൻ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നീ ചിലപ്പോൾ ചില ആൾക്കാർ ഞാൻ ആദർശപരമായി അവനായിട്ട് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, ഞാനും അവനെ യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയും. പക്ഷേ അവനോട് നിനക്കുള്ള അകൽച്ചയേക്കാൾ നീ അകൽച്ച കാണിക്കേണ്ട പല സ്വഭാവങ്ങളും ഉള്ള ഒരുത്തൻ ചിലപ്പോൾ നിന്റെ അടുത്ത കൂട്ടുകാരനായിരിക്കും. നിനക്ക് അവനോട് പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ഇത് എന്തിന്റെ അടയാളമാണ്? ഒരുത്തൻ ഹവയുടെ, തന്റെ ദേഹേച്ഛയുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ പരിഗണിക്കുന്നത് എന്നതിന്റെ സൂചനയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് വിഭാഗീയതയുടെയും ഹിസ്ബിയ്യത്തിന്റെയും കക്ഷിത്വത്തിന്റെയും അടയാളമാണ്. നിന്റെ ആളാവുക എന്നതാണ് നീ ആഗ്രഹിക്കുന്നത്. അതിന് നീ ദഅവത്ത് എന്ന് പറയണ്ട. നിന്റെ ആളാവുക എന്നതല്ല ആവശ്യം, അള്ളാഹുവിന്റെ ആളായി ജനങ്ങൾ മാറുക എന്നതാണ്. അതിലേക്കാണ് ക്ഷണിക്കേണ്ടത്. നിന്നെ അനുസരിക്കുന്നില്ല എന്നുള്ളതല്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ദഅവത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് ജനങ്ങളെ സൽക്കർമ്മങ്ങളിലേക്ക് നയിക്കുക, സൽ സ്വഭാവങ്ങളിലേക്ക് നയിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നല്ല സൽ സ്വഭാവങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്, അതിന്റെ പൂർണ്ണത എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്.
നല്ല സ്വഭാവം 3 രൂപത്തിലാണുള്ളത്. ഒന്നാമത്തെ നല്ല സ്വഭാവം ആരോടാണ്? ഒന്നാമത് നല്ല സ്വഭാവമുണ്ട്? അള്ളാഹുവിനോട്. അഹ്സൻതും. റബ്ബിനോടാണ് ഒരാൾക്ക് ഏറ്റവും നല്ല സ്വഭാവം ആദ്യം വേണ്ടത്. അള്ളാഹുവിനോടാണ് ഒരാൾക്ക് ഏറ്റവും നല്ല അദബുണ്ടാകേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹി മിൻ അല്ലാഹി ഹഖൽ ഹയാ. നീ അള്ളാഹുവിന്റെ മുൻപിൽ യഥാർത്ഥ രൂപത്തിലുള്ള ലജ്ജയുള്ളവനാകുക. ചില ആൾക്കാർ ചോദിച്ചു, എന്താണ് അള്ളാഹുവിനുള്ള യഥാർത്ഥ രൂപത്തിലുള്ള ലജ്ജ? നിന്റെ വയറ്റിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്ന് എത്തരുത്, നിന്റെ ചെവിയിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കേൾക്കരുത്, കണ്ണുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കാണരുത്. ഒന്നാമത്തെ നിന്റെ അദബ് പാലിക്കേണ്ടത് നീ റബ്ബിനോടാണ്. ചില ആളുകൾ ചിലപ്പോൾ സൽസ്വഭാവം എന്ന് കേട്ടാൽ ഉടനെ മനസ്സിലാക്കുക ആൾക്കാരോട് നല്ലപോലെ പെരുമാറൽ മാത്രം. എന്നാൽ അവന്റെ നിസ്കാരം എടുത്താലോ, അവൻ ആ നിസ്കാരത്തിൽ നിൽക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് അവൻ സംസാരിച്ചിരുന്നെങ്കിൽ അയാൾ പിന്നെ അവനോട് തിരിച്ച് സംസാരിക്കാനും നിൽക്കുമായിരുന്നില്ല. ഒരു മനുഷ്യൻ നിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അയാളോട് നീ നിസ്കരിക്കുന്ന രൂപത്തിൽ അയാളോട് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ പിന്നെ നിന്റെ സംസാരം തന്നെ കേൾക്കാൻ നിൽക്കില്ല. കൂട്ടുവായിട്ട് എവിടെയോ നോക്കി എന്തൊക്കെയോ തലയോർഞ്ഞ് ഇങ്ങനെ ഒരുത്തനോട് നീ മനുഷ്യനോട് നീ സംസാരിച്ചിരുന്നെങ്കിൽ എന്താ വരുന്ന അയാളുടെ പ്രതികരണം? അയാൾ നിന്നോട് സംസാരിക്കുകയില്ല. അള്ളാഹുവിനോട് നല്ല സ്വഭാവമുള്ളവനാകുക. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫി കുല്ലി ഷൈ. അള്ളാഹു എല്ലാ കാര്യത്തിലും ഇഹ്സാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നന്നാക്കുക എന്നുള്ളത്. ഏറ്റവും നന്നാക്കേണ്ടത് റബ്ബുമായുള്ള നിന്റെ ബന്ധമാണ്, അള്ളാഹുവിനോടുള്ള ഇടപാടുകളാണ്. അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അള്ളാഹുവിനോട് നല്ല പെരുമാറ്റമുണ്ട്. ചിലപ്പോൾ ഇവിടെ പലപ്പോഴും പല കക്ഷികളും നിസ്കാരത്തിലേക്കും മറ്റും ജനങ്ങളെ ക്ഷണിക്കുന്ന പല ആളുകളും അവർക്ക് തെറ്റുപറ്റുന്നൊരു മേഖലയാണിത്. ആളുകളോട് നല്ല സ്വഭാവം എങ്ങനെയായിരിക്കണം, പെരുമാറേണ്ടത് എങ്ങനെയാണ്, ഇതൊക്കെ ആളുകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ അള്ളാഹുവുമായുള്ള ബന്ധത്തിന്റെ കാര്യം മിണ്ടുകയില്ല. അല്ലെങ്കിൽ പലപ്പോഴും ആ കാര്യത്തിൽ വലിയ പിഴവുകൾ ഉണ്ടായിരിക്കും. അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ പോലും എത്രയോ ആളുകൾ ചോദിച്ച സമയത്ത് അതിൽ പല ആൾക്കാർ പറഞ്ഞത് അള്ളാഹു എല്ലായിടത്തും ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ ഹൃദയത്തിലുണ്ട്. ഇത് രണ്ടും അള്ളാഹുവിനോടുള്ള അതീവ ഗുരുതരമായ വാദമാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിരീശ്വരവാദികളെക്കാൾ കടുത്ത അപരാധമാണ് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നിരീശ്വരവാദി പറഞ്ഞത് അള്ളാഹ് ഇല്ലാന്നാണ്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നവൻ വൃത്തികേടുകളെയും മൂത്രവും മലവും മ്ലേച്ഛതകളും അടങ്ങുന്ന ഹൈദിന്റെ രക്തവും ഇങ്ങനെ എല്ലാത്തിനും അള്ളാഹു ഉണ്ട് എന്നാണ് വാദിച്ചത്. ഈ വൃത്തികേടുകളൊക്കെ അള്ളാഹുവാണെന്നാണ് പറയുന്നത്. മറ്റോ അള്ളാഹ് ഇല്ലാന്നാണ് പറഞ്ഞത്. ഇവൻ ഈ കാണുന്ന വൃത്തികേടൊക്കെ നോക്കിയിട്ട് അതിനെപ്പറ്റി ഇത് അള്ളാഹുവാണ് എന്നാണ് അവൻ പറയുന്നത്. അതിനേക്കാൾ ഗുരുതരമായ വാദമാണ് അള്ളാഹുവിനോടുള്ള അദബ് പാലിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുക, ഉറുക്ക് കെട്ടുന്നതിൽ, ഏലസ് കെട്ടുന്നതിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതീവ ഗുരുതരമായ പിഴവ് വരുത്തുകയും എന്നിട്ട് ആളുകളോട് നീ നല്ല രൂപത്തിൽ പെരുമാറുന്ന ഒരു കാര്യമില്ല. ആളോട് പെരുമാറുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ അള്ളാഹുവിനോടുള്ള സ്വഭാവത്തിൽ നീ പിഴവ് വരുത്തി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഗുരുതരമായ പിഴവ്. അള്ളാഹുവിനോടുള്ള അദബിൽ നല്ല പെരുമാറ്റത്തിൽപ്പെട്ടതാണ് റബ്ബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് സംസാരിക്കാൻ. സലഫികളായ ആൾക്കാർ പ്രത്യേകം പഠിക്കേണ്ടതാണ് എങ്ങനെ റബ്ബിനെ കുറിച്ച് സംസാരിക്കണം. തമാശകൾക്കിടയിൽ അള്ളാഹുവിന്റെ പേര് കൊണ്ടുവരരുത്. ഗൗരവപ്പെട്ടതല്ലാത്ത കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പേര്, അനുയോജ്യമല്ലാത്ത സ്ഥലത്ത് പറയരുത്. അനുയോജ്യമല്ലാത്തൊരു സെന്റൻസിൽ പോലും അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കരുത്. വാക്ക് പറയുമ്പോൾ ഏതെങ്കിലും വൃത്തികെട്ട ആളുകളെ പേരൊക്കെ പറയുന്നതിനിടയിൽ പറയും. റബ്ബിന്റെ പേര് പറയുമ്പോൾ പറയേണ്ട സ്ഥലത്താണ് പറയേണ്ടത്, പറയേണ്ട ആദരവ് നൽകിക്കൊണ്ടാണ് പറയേണ്ടത്, അല്ലാതെ പറയരുത്. അള്ളാഹുവിനോട് ആദരവ് പാലിക്കുക എന്നത് അതിന്റെ ഭാഗമാണിത്. അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ദിക്റ് ചൊല്ലരുത്. അള്ളാഹുവിനുള്ള അദബാണ്. മൂത്രയിക്കുന്ന സ്ഥലത്ത്, മലമൂത്ര വിസർജന സ്ഥലത്ത് ദിക്റ് ചൊല്ലരുത്. അതുപോലെ അള്ളാഹുവിന്റെ കലാമിനോട് ആദരവ് കാണിക്കണം. ഖുർആൻ, ഇതൊക്കെ അള്ളാഹുവിന്റെ ആദരവിൽപ്പെട്ടതാണ്. അതുപോലെ രണ്ടാമത്തെ സൽസ്വഭാവം ആരോടാണ്? നിന്റെ ചുറ്റുപാടുമുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളോടാണ്. നിന്റെ ചുറ്റുപാടുമുള്ള സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെട്ടു? മനുഷ്യരും പെട്ടു, അല്ലാത്തവരും പെട്ടു.
മനുഷ്യരോട് നീ അദബ് കാണിക്കണം, മനുഷ്യരല്ലാത്തതിനോട് അദബ് കാണിക്കണം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു ദീക്, നിങ്ങൾ കോഴിയെ ചീത്ത പറയരുത്. സുബ്ഹാനല്ലാഹ്, കോഴിയെ ചീത്ത പറയരുത്. എന്താ കാരണം? അവിടുന്ന് അതിന് കാരണമായി പറഞ്ഞത്, കാരണം അത് രാവിലെ നിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ കോഴി പോകുന്നുണ്ട്. ലാ തസുബ്ബു ദീക്, നിങ്ങൾ കോഴിയെ ചീത്ത പറയരുത്. നമ്മൾ ചിലപ്പോൾ നിസ്കരിച്ചിട്ട് പിന്നെ ചിലപ്പോൾ കിടന്നുറങ്ങിയതായിരിക്കും. അപ്പോൾ ഒരു കോഴി ചിലപ്പോൾ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് ഒച്ച ഉണ്ടാക്കി ഉറക്കം പോയി കഴിഞ്ഞാൽ, ഹൈ നശിച്ച കോഴി, ഉറങ്ങാനും പറ്റുന്നില്ല എന്ന് പറയരുത്. കോഴിയെ ചീത്ത പറയരുത്. കാരണം അത് സുബ്ഹിന് നിന്നെ വിളിക്കുന്നതാണ്. നോക്കൂ, ഒരു കോഴിക്ക് ചീത്ത പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടിട്ട് പോലുണ്ടാവില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച മര്യാദ നോക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കോഴിയെ നിങ്ങൾ ചീത്ത പറയരുത്. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ഒരു മൃഗത്തെ അറക്കുകയാണെങ്കിൽ ഫല്യുരിഹ് ദബീഹതഹു, അറക്കുന്ന ഒരു ജീവിയാണെങ്കിൽ അത് ഏതായാലും ചാവാൻ പോലെ എങ്ങനെയും ചത്തോട്ടെ എന്നല്ല, മറിച്ച് അതിന് ആശ്വാസം പകരട്ടെ. അതുപോലെ തന്നെ വൽയുഹിദ് ശഫ്റതഹു, അവന്റെ കത്തി മൂർച്ച കൂട്ടട്ടെ. എന്തുകൊണ്ട്? പെട്ടെന്ന് മരിക്കണം, പെട്ടെന്ന് ചാവാൻ വേണ്ടിയിട്ട്. അബൂദർദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാം, അദ്ദേഹം മരിക്കുന്നതിന് മരണമാസന്നമായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായ സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ കുതിരയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് അദ്ദേഹം തന്റെ കുതിരയോട് പറഞ്ഞു, എന്റെ പേര് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ നിനക്കറിയാം, ഞാൻ ഒരിക്കൽ പോലും നിനക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം നിന്റെ ചുമലിൽ വെച്ച് തന്നിട്ടില്ല, നിനക്ക് താണ്ടാൻ കഴിയാത്ത ദൂരത്തേക്ക് നിന്നെ വിശ്രമം നൽകാതെ യാത്ര ചെയ്യിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ അടുത്ത് നീ എന്നെ പറ്റി പരാതി പറയരുത്. ഒരു കുതിരയോടാണ് അദ്ദേഹം അത് പറയുന്നത്. നിന്റെ ചുറ്റുപാടുമുള്ള ഏതൊരു ജീവിയോടും നിനക്ക് മര്യാദയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ജീവനുള്ള പക്ഷിയെ വെച്ച് ഉന്നം പഠിക്കരുത്. ജീവനുള്ള പക്ഷിയെ വെച്ചിട്ട് ഉന്നം പഠിക്കരുത്. ഉന്നം പഠിക്കാനാൽ മറ്റേ അമ്പ് ചെയ്ത് പഠിക്കരുത്. അമ്പ് ചെയ്ത് പഠിക്കാൻ വേറെ എന്തെങ്കിലും വെക്കുക, ജീവനുള്ള മൃഗത്തെ വെക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടന്നു പോയി ഒട്ടകം കരയുന്നു. അവിടുന്ന് അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിനെ ആശ്വസിപ്പിച്ചു. അതിന്റെ ഉടമസ്ഥനെ വിളിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാരാണ്, അതിനോട് ചെയ്യുന്ന അതിക്രമത്തെക്കുറിച്ച് അത് എന്നോട് പരാതി പറയുകയാണ്. നമുക്ക് ഒട്ടകം പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ നീ എന്ത് ചെയ്യരുത്, ആവശ്യമില്ലാതെ ഉപദ്രവിക്കരുത്. ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ല, ഒരു നബി യാത്രക്കിടയിൽ ഒരു മരത്തിന്റെ തണലിലിരുന്നു. അദ്ദേഹത്തെ ഒരു ഉറുമ്പ് കടിച്ചു, ഒരു ഉറുമ്പ്. അദ്ദേഹം ആ ഉറുമ്പിന്റെ മാളമൊന്നാകെ ചുട്ടരിച്ചു കളഞ്ഞു. ആ ഹദീസ് വിശദീകരിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞു, നോക്കൂ, ആകാശങ്ങൾക്കപ്പുറത്തു നിന്ന് അർശിന്റെ മുകളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ഉറുമ്പിന്റെ കാര്യത്തിൽ വഹി അവതരിപ്പിക്കാൻ. നബിയോട് റബ്ബ് ചോദിച്ചു, അലാ നംലത്തുൻ വാഹിദ, ഒരൊറ്റ ഉറുമ്പിനെ കൊന്നാൽ പോരായിരുന്നു? അലാ നംലത്തുൻ വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ ഹക്ക് എങ്ങനെയാണ് റബ്ബ് പരിഗണിക്കുന്നതെന്ന് നോക്കുന്നത്. ഉറുമ്പിന്റെ കാര്യം എത്ര നിസ്സാരമൊരു ജീവിയാണത്. ഇതൊക്കെ മൃഗങ്ങളുടെ കാര്യമാണ്. അപ്പൊ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരുടെ കാര്യമുണ്ട്. നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾ, നിന്റെ മാതാവ്, നിന്റെ പിതാവ്, നിന്റെ കുടുംബാംഗങ്ങൾ, നിന്റെ അയൽവാസി, ഇവർക്കുള്ള ഹക്ക് എന്തായിരിക്കും? ഇപ്പൊ ചുറ്റുപാടുമുള്ളവരോട് ഹക്കുണ്ട്, ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ദീനിന്റെ മര്യാദകളിൽപ്പെട്ട, ദീനിന്റെ ദഅവത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. മൂന്നാമത്, നീ നല്ല പെരുമാറ്റം കാണിക്കേണ്ട ആരോടാ? നീ ആരോടല്ലേ? നീ ആരോടെ നന്നായി പെരുമാറണ്ടേ? അള്ളാഹുവിനോടും പറഞ്ഞു, ചുറ്റുപാടുള്ള മനുഷ്യ സൃഷ്ടികളോടും പറഞ്ഞു. ഇനി ആരോടെ? അള്ളാന്റെ റസൂല് സൃഷ്ടികളിൽ പെട്ടല്ലേ? മാതാപിതാക്കളും സൃഷ്ടികളിൽ പെട്ടില്ലേ? അവനോട് തന്നെ സ്വന്തത്തോടും നീ നല്ല രൂപത്തിൽ പെരുമാറും. നോക്കൂ, ദീനിന്റെ നന്മയിൽപ്പെട്ടതാണിത്. അവനവനോട് തന്നെയും നീ അനീതി കാണിക്കാൻ പാടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, സ്വന്തം ശരീരത്തോട് പോലും അദ്ൽ കാണിക്കണം, നീതി കാണിക്കണം. എന്റെ ശരീരമല്ല, എനിക്ക് തോന്നിയ പോലെ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം അതിന് ഉദാഹരണമായി പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഒരിക്കലും ഒറ്റക്കാലിൽ ചെരുപ്പിട്ടുകൊണ്ട് നടക്കരുത്.
ഒന്നല്ലെങ്കിൽ 2 ചെരുപ്പും ധരിക്കണം, അല്ലെങ്കിൽ ഒരു ചെരുപ്പും ധരിക്കരുത്. അദ്ദേഹം പറഞ്ഞു, കാരണം നീ ഒരു ചെരുപ്പ് ധരിച്ചാൽ ചൂടുള്ള സ്ഥലത്ത് കൂടെയാണ് നടക്കുന്നത്, തണുപ്പുള്ള സ്ഥലത്ത് കൂടെയാണ്, കല്ലുള്ള സ്ഥലത്ത് കൂടെയാണ് നടക്കുന്നതെങ്കിൽ നിന്റെ ഒരു കാലിനോട് നീ നീതി കാണിക്കുകയും മറ്റേ കാലിനോട് നീ അനീതി കാണിക്കുകയും ചെയ്യാം. അത് നീ ചെയ്യരുത്. ഒന്നല്ലെങ്കിൽ 2 കാലും ചെരുപ്പിടാം, 2 കാലിനെയും സംരക്ഷിക്കാം. നിന്റെ ശരീരമാണെന്നതുകൊണ്ട് അതിനോട് പോലും നീ അതിക്രമം ചെയ്യാൻ പാടില്ല, നിന്റെ നഫ്സിനോടാണെങ്കിൽ പോലും. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു മനുഷ്യൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ശരീരത്തിൽ കുറച്ചു വെയിലത്തിരിക്കുകയാണെങ്കിൽ സൂര്യൻ നീങ്ങി ശരീരത്തിന്റെ ഒരു ഭാഗം തണലിലായാൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തണലിലിരിക്കുമ്പോൾ തണൽ നീങ്ങി ശരീരത്തിന്റെ ഒരു ഭാഗം വെയിലത്തായാൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് മാറിയിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു അതിന്റെ കാരണങ്ങളിലൊന്ന് അല്ലാഹു അഅലം, ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് മാത്രം ചൂടും മറുഭാഗത്തിന് തണലും നൽകരുത്. ഒന്നല്ലെങ്കിൽ ചൂടത്തിരിക്കുക, അല്ലെങ്കിൽ മുഴുവൻ തണലത്തിരിക്കുക. സഹാബികളിൽ ചിലർ രാത്രി മുഴുവൻ നിസ്കാരത്തിലാവുകയും പകൽ മുഴുവൻ നോമ്പെടുക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് ഇത് വിലക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖുൻ, നിനക്ക് നിന്റെ സ്വന്തത്തിനോട് ചില ഹക്കുകളുണ്ട്. ഇത് അവനവന്റെ ശരീരമാണ് എന്നതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ എന്ന് പറയരുത്. നിന്റെ സ്വന്തം ശരീരമാണെങ്കിൽ പോലും അതിനോട് നിനക്ക് ഹക്കുകളുണ്ട്, ബാധ്യതയുണ്ട്. ഇസ്ലാമിന്റെ മഹാസിൽപ്പെട്ട ദുനിയാവിൽ വേറൊരു ഒരു ദീനിൽ ഇങ്ങനെ ഒരു ഉപദേശം ഉണ്ടാവില്ല. നിന്റെ സ്വന്തമാണെങ്കിൽ നിനക്ക് തോന്നിയ ചെയ്യാനല്ല, നിന്റെ സ്വന്തമാണെങ്കിൽ പോലും അള്ളാഹു നിന്നെ ഏൽപ്പിച്ച അമാനത്താണ് നിന്റെ ശരീരം. ഈ അമാനത്തിൽപ്പെട്ടതാണ്, അതിന്റെ അതിക്രമങ്ങളിൽപ്പെട്ടതാണ് ഈ അനാവശ്യമായിട്ട് മനുഷ്യൻ ജീവൻ കളയാൻ സാധ്യതയുള്ള സ്ഥലത്ത് പോയിട്ട്, ഇന്നത്തെ കാലത്ത് എന്താ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ജീവിതം നശിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് പോയിട്ട് ഓരോ കാര്യങ്ങൾ ഏർപ്പെടാന്നുള്ളത്. കാരണം അവനവന്റെ ജീവിതത്തിന് വിലയുണ്ട് സഹോദര, അവന്റെ ജീവിതത്തിന് വിലയുണ്ട്. നീ മരിക്കുകയാണെങ്കിൽ എന്തിനും മരിക്കും, പക്ഷെ മരിക്കുന്ന എന്തിനായിരിക്കണം? അള്ളാഹുവിന് നീ ദുആ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അള്ളാഹുവെ നിനക്ക് വേണ്ടി മരിക്കണം. നീ 20 ചാടിയിട്ട് വീണിട്ട് മരിച്ചു കഴിഞ്ഞാലോ എന്ത് കാര്യത്തിനപ്പം നീ മരിച്ചത്? എന്തിനൊരു ഉപകാരം ഉണ്ടായത്? നിന്റെ ജീവിതം കൊണ്ട് നിനക്ക് എത്ര സൽക്കർമ്മങ്ങൾ കൂടുതൽ അധികരിപ്പിക്കാമായിരുന്നു, അതില്ലാതെയായി. ആളുകൾക്ക് നിനക്ക് എന്തൊക്കെ ഹയർ ചെയ്യാമായിരുന്നു, അതും ഇല്ലാതെയായി. അതുകൊണ്ട് ഒരു ഉപകാരമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഉപകാരമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്നത് പണ്ഡിതന്മാർ വിലക്കിയതായി കാണും. കാരണം അവനവന്റെ നഫ്സിനോടുള്ള ഹക്കിൽപ്പെട്ടതാണ് സ്വന്തം ജീവൻ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുക എന്ന്. ഇത് ദഅവത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ദഅവത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് ശിർക്ക്, ബിദ്അത്ത്, ദീനിന് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ, ഇവയെ എതിർക്കുക എന്നത്, ഇവയെ തിരുത്തുക എന്നത് ദഅവത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ഇനിയുള്ള അധ്യായത്തിൽ ശൈഖ് അവർകൾ ദഅവത്തിന്റെ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട ചില അദബുകളെ കുറിച്ചാണ് വിവരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം നമുക്ക് വിഷയം തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു പ്രയോജനം ചെയ്യുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم ربنا تقبل منا انك انت السميع العليم. سبحانك اللهم